നമ്മൾ സാധാരണ തിയറി ഓഫ് ദ ബ്യൂട്ടി എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രം എന്നാണ് സാധാരണ അതിനെ പരിഭാഷപ്പെടുത്താറുള്ളത്, അല്ലേ? സൗന്ദര്യ ചിന്ത, സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആണ് അതിൻ്റെ സൂചന, സാധാരണ നിലയ്ക്കുള്ള സൂചന. പക്ഷെ സത്യത്തിൽ എസ്തെറ്റിക്സ് എന്നുള്ള വാക്കിൽ സൗന്ദര്യമായിട്ട് ബന്ധമൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഈസ്തിസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണത്. അതിൻ്റെ എറ്റിമോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്, സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഇന്ദ്രിയ സംവേദനം എന്നുള്ള അർത്ഥത്തിലാണ് ഈസ്തിസിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്. അത് സൗന്ദര്യം എന്നുള്ള രീതിയിൽ അതിന് ഒരർത്ഥ സൂചന വന്നത് പിൽക്കാലത്താണ്. വേണമെങ്കിൽ കാണ്ടോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ കാണ്ടിൻ്റെ തൊട്ട് മുമ്പാണ്. അത് ഒരു തിയറി ഓഫ് ബ്യൂട്ടി എന്നുള്ള അർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് എസ്തെറ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് 18th സെഞ്ച്വറി ആ സമയത്താണ്. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സെൻസസ് എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ എസ്തെറ്റിക്സ് ആയിട്ട് മാറുന്നത്, സൗന്ദര്യശാസ്ത്രമായിട്ട് മാറുന്നത്? അതൊന്ന് പരിശോധിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നി. ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് എന്നുള്ള രീതിയിൽ എസ്തെറ്റിക്സ് എടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ എന്നുള്ളതിനേക്കാൾ ഇന്ദ്രിയ സംവേദനം എന്നുള്ളതാണ്. സംവേദനം എന്നുള്ള വാക്കാണ് കുറച്ചുകൂടി ഉചിതമായ വാക്ക്. സംവേദനം എന്നുള്ള വാക്കിൽ വേദന എന്നുള്ളതുണ്ട്. വേദം വിദ് എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത്. അറിവ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഇന്ദ്രിയ സംവേദനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവാണ്. ഒരു അറിവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് സംവേദനം. സാധാരണ അത് മറ്റൊരു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടേമുമായിട്ട് ഒരു വിരുദ്ധ സാദൃശ്യത്തിലൂടെ ആണ് ശരിക്കും അതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാവാന്ന് എനിക്ക് തോന്നുന്നു. അനസ്തേഷ്യ എന്നുള്ള വാക്കുണ്ട്. അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമാണ്. എസ്തെറ്റിക്സിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള അർത്ഥം വരുന്നതാണ് അനസ്തേഷ്യ. അതായത് നിങ്ങളുടെ വേദന കെടുത്തുക എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങൾ, ഉണർന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കെടുത്തുക, മയക്കുക എന്നൊക്കെയാണ് അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാവും നമുക്ക്. എസ്തെറ്റിക്സ് എന്താണ്? അനസ്തെസിസിൻ്റെ ഓപ്പോസിറ്റാണത്. അനസ്തെസിസ് എന്ന് പറയുന്നത്, അനസ്തെറ്റിക് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ ഒരു ഉണർവ് കെടുത്തലാണെങ്കിൽ, അതിൻ്റെ ഒരു വേദന കെടുത്തലാണെങ്കിൽ ഉണർന്നിരിക്കുന്ന ഇന്ദ്രിയത്തെ സൂചിപ്പിക്കുന്നൊരു വാക്കാണ് എസ്തെറ്റിക്സ് എന്നുള്ള വാക്ക്. എസ്തെറ്റിക്സും അങ്ങനെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവ് എന്നുള്ള അർത്ഥത്തിൽ സംവേദനം എന്നുള്ള വാക്കിനെ എടുക്കുമ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ബോഡി, സെൻഷ്വസ് ആയിട്ടുള്ള ബോഡി ഒരു പ്രവൃത്തി ചെയ്യുകയല്ല ചെയ്യുന്നത്. ഞാനൊരു കാര്യം കാണുകയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ശബ്ദം കേൾക്കുകയോ ഒരു സ്പർശം അറിയുകയോ ഒരു ഗന്ധം അറിയുകയോ ഒക്കെ ചെയ്യുന്നത് അറിവാണ്. പക്ഷെ ആ അറിവിൽ എൻ്റെ മൂക്ക് പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ചെവി പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല, ഒരു ഏജൻസി എന്നുള്ളതില്ല. അതങ്ങ് തുറന്നിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ ലോകത്തിലേക്ക് അങ്ങ് തുറന്നിരിക്കുകയാണ്. ബോഡിയുടെ ഒരു വൾണറബിലിറ്റിയെ സൂചിപ്പിക്കുന്നത്. അത് ഇങ്ങോട്ട് വരുന്നതാണ്, അതിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ബോഡിക്ക് ഒരു പ്രത്യേക ഏജൻസി എന്ന് പറയുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സംവേദനത്തിൽ ഒരു ഏജൻസി എന്ന് പറയാൻ കഴിയില്ല. ഉണർന്നിരിക്കുന്നു എന്ന് മാത്രം. അത് ഉണർന്നിരിക്കൽ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലേ? ഉണർന്നിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. പ്രത്യേകിച്ച് പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല. നോക്കുക എന്ന് പറയുന്നതിൽ കുറച്ചുകൂടി ഉണ്ടാവുമായിരിക്കും. നോട്ടത്തിൽ നിങ്ങളൊരു പ്രവൃത്തിയുണ്ട്, ഒരു ഫോക്കസിങ് ഉണ്ട്. ഞാനൊരാളെ നോക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവിടെ. ആ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ചിലത് ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു നോട്ടം എന്ന് പറഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ് ആ അർത്ഥത്തിൽ. ചില കാര്യങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴേ നമ്മൾ നോട്ടാവുള്ളൂ. പക്ഷെ കാണലിൽ അതുപോലും ഇല്ല. കണ്ണ് തുറന്നിരുന്നാൽ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളതാണ്.
അപ്പോൾ ഇന്ദ്രിയങ്ങൾ സത്യത്തിൽ ഇന്ദ്രിയജ്ഞാനം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അറിവ്, സംവേദനം എന്ന് പറയുന്നതിൽ ഈ ബോഡിയുടെ ഒരു വൾണറബിലിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അറിവ് എന്നുള്ളത് വേറൊരർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ്, നോയിങ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് ബൗദ്ധികമായൊരു കാര്യമായിട്ടാണ്. ഇന്ദ്രിയജ്ഞാനമല്ലാതെ ബൗദ്ധികമായ, ധൈഷണികമായ അറിവിനെ സൂചിപ്പിക്കുന്ന വാക്കായിട്ടാണ് നോളജിനെ നമ്മൾ, അല്ലേ, കൊഗ്നീഷൻ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് നേരെ തിരിച്ചാണ്. അവിടെ ഒരു ഏജൻസി ഉണ്ട്, ഒരു കൊഗ്നൈസിങ് ഏജൻ്റ് അവിടെ ഉണ്ട്. അറിയുന്ന ആൾ, വിഷയി എന്ന് നമ്മൾ ഫിലോസഫിയിൽ പറയുന്ന സബ്ജക്റ്റ് അവിടെയുണ്ട്. നേരത്തെ പറഞ്ഞ വൾണറബിലിറ്റി അതിലില്ല. ബൗദ്ധികമായ അറിവിൽ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി അതിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, ഡേറ്റ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മസ്തിഷ്കം ഡേറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. കാണ്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പല കാറ്റഗറീസ്, സംവർഗങ്ങളിലൂടെയാണ് നിങ്ങൾ അറിയുന്നത്. അപ്പോൾ അതൊരു പ്രോസസ്സിംഗ് ഉള്ള, ആക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സിങ് നടക്കുന്ന ഒന്നാണ് ബൗദ്ധികമായ ജ്ഞാനം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഇന്ദ്രിയങ്ങളുടെ അറിവ് എന്ന് പറയുന്നത് സാധാരണ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് തൊട്ടറിവാണ് എന്ന് പറയും. തൊട്ടറിവ് എന്ന് പറയുന്ന ഒരു വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അത് ഇന്ദ്രിയങ്ങളുടെ അറിവായിട്ടാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഒന്ന് ഇന്ദ്രിയങ്ങളുടെ അറിവ് എന്ന് പറയുന്നതും സംവേദനം എന്ന് പറയുന്നതും ബൗദ്ധികമായ ജ്ഞാനം എന്ന് പറയുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം പ്രധാനമാണ്. കാണ്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബൗദ്ധികമായ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെൻറ്റിലൂടെയാണ് നടക്കുന്നത്. നമുക്കറിയാം, വിധിയാണ്, ഒരു വിധി പ്രസ്താവം നടക്കുന്നുണ്ട്. ഞാനൊരു കസേര കാണുക എന്ന് പറയുന്നതിൽ ഇതൊരു കസേരയാണ് എന്നുള്ള ജഡ്ജ്മെൻ്റ് അവിടെയുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഫോമിലാണ് ഇന്ദ്രിയജ്ഞാനം എന്ന് പറയുന്ന, ബൗദ്ധിക ജ്ഞാനം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ജഡ്ജ്മെൻറ്റിലൂടെയാണ് എന്നാണ് കാണ്ടിൻ്റെ ഒരു വാദം. അപ്പോൾ കാണ്ട് എന്താണ് ചെയ്തത് ഇവിടെ? ഈ ഈസ്തെറ്റിക്സിനെ ഈസ്തെറ്റിക്സ് ആക്കി മാറ്റുമ്പോൾ കാണ്ട് വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? കാണ്ട് ചെയ്തൊരു കാര്യം എൻ്റെ ഒരു നോട്ടത്തിൽ, ഈ സൗന്ദര്യത്തെ പറ്റിയുള്ള ചിന്തയെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റിയിട്ട് ബുദ്ധിയുടെ തലത്തിലേക്ക് മാറ്റുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. ഒരുപക്ഷെ കാണ്ടിൻ്റെ സുപ്രധാനമായ തത്വചിന്ത പരമായ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനം ആണ്. ഒരുപക്ഷെ അത് അത്ര പ്രധാനമായിട്ടൊന്ന് ആയിരിക്കില്ല. നമ്മൾ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ മൂന്നാമത്തെ ക്രിട്ടിക്കിനെ അത്ര പ്രധാനമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചത്, ഇവിടെ ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻറ്റ് പഠിപ്പിക്കുന്നുണ്ടോ? കാരണം ക്രിട്ടിക് ഓഫ് പ്യുവർ റീസണും ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസണുമാണ് കാണ്ടിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ട് കാണുന്നതെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റിനെ അത്ര പ്രധാനമായിട്ട് കാണുന്നില്ല പല സ്ഥലങ്ങളിലും. ഇപ്പം അതിനൊരു പ്രാധാന്യം വരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കായിട്ട് കാണേണ്ടത് ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻറ്റിനെയാണ് എന്ന ഒരു വിലയിരുത്തലൊക്കെ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. പലരും ഈസ്തെറ്റിക്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കാണ്ട് ചെയ്തത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നമായിട്ട് മാറ്റുക. സൗന്ദര്യത്തെ പറ്റിയുള്ള ചിന്തകൾ അല്ലെങ്കിൽ സൗന്ദര്യത്തെ പറ്റിയുള്ള ആലോചനകളെ ഇന്ദ്രിയങ്ങളുടെ ഒരു തൊട്ടറിവിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് ബൗദ്ധികമായ ജ്ഞാനത്തിൻ്റെ ഒരു പ്രശ്നമാക്കി മാറ്റുക എന്നതാണ് കാണ്ട് ചെയ്തിട്ടുള്ളത്. അതിനൊരു ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുക. അപ്പോൾ കാണ്ട് പറയുന്ന ഒരു കാര്യം ടേസ്റ്റിനെ കുറിച്ചാണ്, അല്ലേ? ജഡ്ജ്മെൻറ്റ് ഓഫ് ടേസ്റ്റ് എന്നാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന, സാധാരണ അറിയുന്നൊരു വാക്കാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. രുചി, ഒന്നുകൂടി സംസ്കൃതീകരിച്ചാൽ അഭിരുചി എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ സാധാരണ രുചി തന്നെയാണ് ഈ പറയുന്നത്, അല്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ നടത്തുന്ന ഒരു തൊട്ടറിവാണ് രുചി, രുചിക്കുക എന്ന് പറയുന്നത്. ആ ജഡ്ജ്മെൻറ്റ് ഓഫ് ടേസ്റ്റ്, അതായത് ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മളതിനെ സാധാരണ കാണുന്നത്. ഇന്ദ്രിയമാണ് രുചിക്കുക, നാവാണ് രുചിക്കുന്നത്. രുചികരമാവുക എന്ന് പറഞ്ഞാൽ നാവ് ഇംപ്ലിക്കേറ്റഡ് ആണ് ഓൾറെഡി. നിങ്ങളുടെ ഒരു പ്രത്യേക ഇന്ദ്രിയം അതിൽ ഇംപ്ലിക്കേറ്റഡ് ആണ്. അഭിരുചി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകും. പക്ഷെ എന്നാലും ആസ്വാദനം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നു. അവിടെ ഈ സ്വാദാണ്.
സ്വാദ് എന്ന് പറയുന്നത് അഗെയിൻ രുചിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങളുടെ നാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രിയം അതിൽ ഡയറക്റ്റ്ലി ഇംപ്ലിക്കേറ്റഡ് ആണ്, അല്ലേ? ഒരു സെൻസ് അതിൽ ഇംപ്ലിക്കേറ്റഡ്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നതിന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, കാണ്ടാണ് ഒരുപക്ഷെ എസ്തെറ്റിക്സിനെ ഡിസംബോഡി ചെയ്ത ഒരാൾ. അത് ബോഡിയുടെ തലത്തിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ കാണ്ടിൻ്റെ മൂവ് സത്യത്തിൽ ഡിസംബോഡിയിങ് എസ്തെറ്റിക്സ് എന്നുള്ളതാണ് എന്നാണ് ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാണ്ട് ചെയ്തത് ഒരു അനസ്തെറ്റിക് ആയിട്ടുള്ള സാധനം. ഇന്ദ്രിയങ്ങൾക്ക് അനസ്തേഷ്യ കൊടുക്കുകയാണ് കാണ്ട് ചെയ്തത്. ഇന്ദ്രിയങ്ങളെ അങ്ങ് ഉറക്കി കിടത്തിയിട്ട് സൗന്ദര്യത്തെ പറ്റിയുള്ള ചർച്ച ബുദ്ധിയുടെ ചർച്ചയാണ്, അത് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന രീതിയിൽ അതിനെ ഡിസംബോഡി ചെയ്യുകയും വേണമെങ്കിൽ അനസ്തറ്റൈസ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് കാണ്ട്. ഇത് കാണ്ടിനെ പറ്റിയുള്ളൊരു പരാതിയായിട്ടല്ല ഞാൻ പറയുന്നത്, കാണ്ട് ചെയ്തിട്ടുള്ള വലിയൊരു കാര്യമാണ് സത്യത്തിൽ. എങ്ങനെയാണിത് കാണ്ട് ചെയ്തത്? കാണ്ട് ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, രണ്ട് തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സ് എടുക്കുക, രണ്ട് തരത്തിലുള്ള പ്രസ്താവങ്ങൾ എടുക്കുക നമ്മൾ. ഒന്ന്, ഐ ലൈക്ക് ദിസ് ഫ്ലവർ, എനിക്ക് ഈ പൂവ് ഇഷ്ടമാണ്. മറ്റൊന്ന്, ഈ പൂവ് മനോഹരമാണ്. ഈ രണ്ട് പ്രസ്താവങ്ങൾ എടുക്കാം. ഈ പുഷ്പം മനോഹരമാണ് എന്നുള്ളൊരു പ്രസ്താവം, ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള പ്രസ്താവം, ഈ പുഷ്പം എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള പ്രസ്താവം. ഇത് രണ്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എസ്തെറ്റിക് ആണ്, അതിൻ്റെ സൗന്ദര്യമോ രുചിയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കിടക്കുന്ന രണ്ട് പ്രസ്താവങ്ങളാണ്. കാണ്ട് ഈ രണ്ട് പ്രസ്താവങ്ങളെയും വേർതിരിക്കുകയാണ്, വളരെ സൂക്ഷ്മമായിട്ട് വേർതിരിക്കുകയാണ്. എന്നിട്ട് കാണ്ട് പറയുന്നത്, ഇതിൽ ആദ്യത്തെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് പൂവ് ഇഷ്ടമാണ്, പുഷ്പം എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള പ്രസ്താവം ഒരു ജഡ്ജ്മെൻ്റ് ഓഫ് ടേസ്റ്റ് അല്ല. നമ്മൾ നേരെ തിരിച്ചാൽ വിചാരിക്കുക സാധാരണ, അല്ലേ? എനിക്ക് ഈ പൂവ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലേ? എൻ്റെ രുചിയുടെ ഒരു പ്രശ്നമാണ്. ഈ ഭക്ഷണം എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എൻ്റെ രുചിയുടെ പ്രശ്നമാണ്, ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ്. കാണ്ട് അതിനെ ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല കാണുന്നത്. നേരെ മറിച്ച് രണ്ടാമത്തെ പ്രസ്താവമാണ് ജഡ്ജ്മെൻ്റ് ഓഫ് ടേസ്റ്റ്. ആദ്യത്തേത് ജഡ്ജ്മെൻ്റ് ഓഫ് ടേസ്റ്റ് അല്ല, അത് നിങ്ങളുടെ വൈയക്തികമായ ഇഷ്ടാനിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവമാണ്. എനിക്കിഷ്ടമാണെന്ന്, അല്ലേ? ഒരു ഇൻട്രസ്റ്റ് അതിലുണ്ട്, എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അതിൽ കിടക്കുന്നുണ്ട്. കാണ്ട് ഉപയോഗിക്കുന്ന എഗ്രിയബിൾനെസ് ആണ്. ഒരു ജഡ്ജ്മെൻ്റ് ഓഫ് എഗ്രിയബിൾനെസ് എന്നുള്ളൊരു വാക്കാണ് വരുന്നത്. വാക്ക് ട്രാൻസ്ലേഷൻ്റെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിലുണ്ടാവുമായിരിക്കും. ചിലപ്പം എഗ്രിയബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എഗ്രിയബിൾ ആണെന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് എൻ്റെ പേഴ്സണലായിട്ടുള്ള വൈയക്തികമായ താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്രസ്താവമാണ് ഈ പുഷ്പം എനിക്കിഷ്ടമാണ് എന്നുള്ളത്. നേരെ മറിച്ച് ഈ പുഷ്പം മനോഹരമാണെന്ന് പറയുമ്പോൾ അത് വൈയക്തികമായ ഇഷ്ടാനിഷ്ടത്തെ ആയിട്ട് ബന്ധപ്പെട്ടതല്ല. തീർച്ചയായിട്ടും അവിടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കാണ്ടത് ടേസ്റ്റ് ജഡ്ജ്മെൻ്റ് ഓഫ് ടേസ്റ്റ് ആണെന്ന് പറയുന്നതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിലൊരു ഡിസിൻറ്ററസ്റ്റഡ്നെസ് ഉണ്ട്. എസ്തെറ്റിക് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സിലൊരു ഡിസിൻറ്ററസ്റ്റഡ്നെസ് ഉണ്ട്. മലയാളത്തിൽ വേണമെങ്കിൽ നിർമ്മമമായ സ്റ്റേറ്റ്മെൻറ്റാണ്. നിർമ്മമത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിർമ്മമത്വം എന്ന് പറഞ്ഞാൽ മമത എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം. നിർമ്മമമാവുക എന്ന് പറഞ്ഞാൽ മമതയില്ലാതെ, ഒരു തരം അനാസക്തമായ ആസക്തിയില്ലാതെ, മമതയില്ലാതെ ഞാൻ നടത്തുന്നൊരു പ്രസ്താവനയാണ് ഈ പുഷ്പം മനോഹരമാണ് എന്ന പ്രസ്താവം. ഇത് വളരെ അത്ഭുതകരമായ ഒരു വാദമാണ്. എന്തുകൊണ്ടാണ് ദിസ് ഫ്ലവർ ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഡിസിൻറ്ററസ്റ്റഡ്നെസ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറുന്നത്? നേരെ മറിച്ച് ഐ ലൈക്ക് ദിസ് ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഇൻറ്ററസ്റ്റഡ്നെസ് അതിലുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഐ ലൈക്ക് ദിസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല മറ്റൊരാൾക്ക്. ഇപ്പം ഞാൻ എൻ്റെ ഈ പുഷ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രസ്താവം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, ശരിയാണെന്നും പറയാൻ പറ്റില്ല. തെറ്റ് ശരി എന്ന് പറയുന്ന ട്രൂത്ത് ഫാൾസിറ്റി എന്ന് പറയുന്ന കൊഗ്നിറ്റീവ് ആയിട്ടുള്ള എപ്പിസ്റ്റമിക് ആയിട്ടുള്ള ഈ വേർതിരിവ് അപ്ലിക്കബിൾ അല്ല അവിടെ. ഇപ്പം ബാലു പറയുകയാണ് എനിക്ക് ഈ പുഷ്പം ഇഷ്ടമാണ്, അപ്പം ഞാൻ പറയാം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തെറ്റെന്ന് പറയാൻ പറ്റില്ല, കൊഗ്നിറ്റീവ് വാല്യൂ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്, അല്ലേ?
നിങ്ങളുടെ ഒരു വാല്യുവേഷൻ മാത്രമാണ് വേണ്ടിയുള്ളൂ. അപ്പോൾ അവിടെ തെറ്റും ശരിയും അവിടെ തെറ്റും ശരിയും എന്നുള്ളത് അവിടെ അപ്ലിക്കബിൾ അല്ല ആ കേസിൽ. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ തർക്കം സാധ്യമല്ല, ചുരുക്കി പറഞ്ഞാൽ, അല്ലേ? ഈ ഒരു പ്രസ്താവത്തിൻ്റെ മുകളിൽ എനിക്ക് നിങ്ങളുമായിട്ടൊരു ഒരു തർക്കവും സാധ്യമല്ല. തർക്കം സാധ്യമാണെങ്കിൽ എന്ത് വേണം? കൊഗ്നിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ തർക്കം, വാദപ്രതിവാദത്തിനുള്ള സാധ്യത ഉണ്ടാവണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സത്യത്തെ ഉൾക്കൊള്ളണം, ട്രൂത്തിൻ്റെ ഒരു പോസിബിലിറ്റി അതിലുണ്ടാവണം. ഇല്ലെങ്കിൽ അവിടെ വാദവും പ്രതിവാദവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം, ഇത്രേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ലാതെ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ ആ പൂവ് ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒരു തർക്കത്തിൻ്റെ സാധ്യതയെ അത് മുൻകൂറായി അടച്ച് കളയുന്നു. ഒരു വാദപ്രതിവാദത്തിൻ്റെ സാധ്യതയെ അത് ഫോർക്ലോസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഫോർക്ലോസ് ചെയ്യുകയാണ്. ഇപ്പം ഞാനും നിങ്ങളും തമ്മിലൊരു നോവലിനെ പറ്റി ചർച്ച ചെയ്യാനിരിക്കുക. ചർച്ച ഒരു ഘട്ടത്തിൽ ചർച്ച അങ്ങനെ മുറുകി വരുമ്പോൾ ഞാൻ പറയുകയാണ് എനിക്കത് ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്ക് ആ നോവൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചർച്ച കഴിഞ്ഞു, പിന്നെ ചർച്ചയില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാമെന്നല്ലാതെ പുസ്തകത്തെപ്പറ്റി പിന്നെ ചർച്ച ചെയ്യുന്നില്ല. അത് ഞാൻ പറഞ്ഞ തർക്കത്തിനുള്ള ഒരു സാധ്യതയെ മുൻകൂറായി അടച്ചു കളയുന്ന ഒന്നാണ് ഐ ലൈക്ക് ദിസ് ഫ്ലവർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് കാണ്ട് പറയുന്നത്. അത് യൂണിവേഴ്സലൈസിബിലിറ്റി ഇല്ല. അതാണ് കാണ്ടിൻ്റെ മറ്റൊരു വാക്ക്. യൂണിവേഴ്സലൈസ് ചെയ്യാൻ പറ്റില്ല. സാർവത്രികവൽക്കരണ ക്ഷമത ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സാർവത്രികവൽക്കരണ ക്ഷമത എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കും നിങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഒരു ഇൻ്റർസബ്ജക്റ്റീവായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് ഒരിക്കലും എത്താൻ കഴിയാത്ത, എത്തുന്നുണ്ടെന്നല്ല പറഞ്ഞത്, ഓക്കെ, എത്താൻ സാധ്യതയില്ലാത്ത, ആ സാധ്യതയെ തന്നെ ഫോർക്ലോസ് ചെയ്യുന്ന ഒന്നാണ് ഐ ലൈക്ക് ദിസ് ഫ്ലവർ. നേരെ മറിച്ച് ഈ പുഷ്പം മനോഹരമാണ് എന്ന് ഞാൻ പറയുമ്പോൾ, സുന്ദരമാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് എഗ്രി ചെയ്തോളുന്നില്ല, മറ്റൊരാളത് എഗ്രി ചെയ്തോളുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റും. ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഒരു പുസ്തകം വളരെ നല്ല പുസ്തകമാണ്, നല്ല നോവലാണെന്ന് ഞാൻ പറഞ്ഞാൽ, എനിക്കിഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത്, നല്ല നോവലാണെന്ന്. നിങ്ങൾക്കത് നല്ല നോവലല്ല എന്ന് പറയാം. നമ്മൾ തർക്കിക്കാൻ പറ്റും. തർക്കത്തിൻ്റെ സാധ്യതയിലേക്ക് തുറന്നു കിടക്കുന്നുണ്ട്. ഒരു ഇൻ്റർസബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഡയലോഗിൻ്റെ സാധ്യതയിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു പ്രസ്താവമാണ്. അതുകൊണ്ട് തന്നെ അതിന് യൂണിവേഴ്സലൈസിബിലിറ്റി ഉണ്ട്. അതാണ് അവിടെ ഡിസിൻറ്ററസ്റ്റഡ്നെസ് എന്ന് പറയുന്നത്. നിർമ്മമമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതൊന്ന്. രണ്ട്, സാർവത്രികവൽക്കരണത്തിലേക്ക് തുറന്നു കിടക്കുന്ന ഒന്നാണ്. സാർവത്രികവൽക്കരണ സാധ്യത ഉള്ള, ക്ഷമത ഉള്ള ഒന്നാണ് ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം. അപ്പോൾ കാണ്ട് എസ്തെറ്റിക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ലൈക്ക് ഡിസ്ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല എന്നാണ് കാണ്ടിൻ്റെ വാദം. ഓക്കെ, അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് കാണ്ടിൻ്റെ ഭാഷ, സത്യത്തിൽ കാണ്ട് ചെയ്ത് സൗന്ദര്യത്തെ ഒരു സത്യവുമായിട്ട് ബന്ധപ്പെടുത്താൻ, ട്രൂത്തിൻ്റെ പ്രശ്നമായിട്ട് മാറ്റാം. സൗന്ദര്യം എന്ന് പറയുന്നത് ട്രൂത്തിൻ്റെ പ്രശ്നമാണ്. യൂണിവേഴ്സലൈസിബിലിറ്റി ഉള്ള, ഡിസിൻറ്ററസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു തലമായിട്ട് ഈസ്തെറ്റിക്സിനെ മാറ്റും. അപ്പോൾ അതിന് ബോഡിയായിട്ട് ബന്ധമൊന്നുമില്ല. ഇന്ദ്രിയങ്ങൾക്ക് പുറത്തെടുക്കാൻ, നിങ്ങളുടെ ശാരീരികമായ വൈയക്തികമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് പുറത്തെടുക്കുകയും ഇന്ദ്രിയങ്ങളെ ഉറക്കിക്കിടത്തുകയും അതിൻ്റെ ഉണർവിനെ കെടുത്തുകയും അനസ്തെറ്റൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മൂവാണ് സത്യത്തിൽ കാണ്ട് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നോക്കിയാൽ വലിയൊരു ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അതിന്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ആശയം എസ്തെറ്റിക്സിൽ വന്നതോട് കൂടിയിട്ടാണ് ഈ സാഹിത്യം എന്ന് പറയുന്നതും കല എന്ന് പറയുന്നതൊക്കെ പബ്ലിക്ലി ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അത് മാറില്ല. ഞാൻ എഴുതിയ കവിത നിങ്ങൾക്ക് വേണേൽ ആസ്വദിക്കാം, ചിലർക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല, അല്ലേ? പുതിയ ഭാഷ പറഞ്ഞാൽ എനിക്കത് വർക്കായി എന്നാണ് പറയുക. പുതിയ ഭാഷ, ന്യൂജൻ ഭാഷ അതാണ്. ആ സിനിമ കണ്ടു, അതെനിക്ക് കണക്റ്റായില്ല, വർക്കായില്ല എന്നൊക്കെ. ഇത്രയേ ഉള്ളൂ അതിൽ. അതായത് എനിക്കത് ഇഷ്ടമായില്ല, നിങ്ങൾക്കത് ഇഷ്ടമായി, ഇത്രേ ഉള്ളൂ. അല്ലാതെ കവിതയെപ്പറ്റിയോ സിനിമയെപ്പറ്റിയോ കലയെപ്പറ്റിയോ ഒരു പബ്ലിക്ലി ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒന്നായിട്ടത് മാറണമെങ്കിൽ ഇങ്ങനൊരു പരിസരത്തിൽ മാത്രമേ പറ്റൂ. ഇപ്പോൾ സത്യത്തിൽ കാണ്ടാണ്
കല എന്ന് പറയുന്നത് ഇങ്ങനെ പബ്ലിക്ലി ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ഒരു പ്രശ്നമായിട്ട് മാറ്റുകയാണ് കാണ്ട് ചെയ്തത്. ഇത് വേണമെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. 18-ാം നൂറ്റാണ്ടിൽ പല ചിന്തകരും പറയുന്നൊരു പബ്ലിക് സ്ഫിയർ രൂപപ്പെട്ടു എന്നാണ്. ഹാബർമാസൊക്കെ പറയുന്ന പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കോഫി ഷോപ്പുകളിലേക്ക് ഉദാഹരണമാണ്. യൂറോപ്പിലെ ആ സമയത്ത് കോഫി ഷോപ്പുകളിൽ എന്നാണ്. അപ്പോൾ ഇതൊരു ലിറ്റററി പബ്ലിക് സ്ഫിയർ രൂപപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സാഹിത്യം എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കാനും തർക്കിക്കാനും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാനും പറ്റുന്നൊരു സാധനമായിട്ട് സൗന്ദര്യത്തിൻ്റെ മേഖല മാറുകയാണ്. ഇതാണ് കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അതായത് ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ആ പബ്ലിക് സ്ഫിയർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ ലിറ്റററി പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഇപ്പം നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ മുഴുവൻ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടക്കുകയാണ് അല്ലേ? കേരളത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഈ ഒരു ലിറ്റററി പബ്ലിക് സ്ഫിയറിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കാവുന്നതാണ്. ഞാൻ ഉണ്ടോ എന്നല്ല പറയുന്നത്, ആലോചിക്കാവുന്നൊരു കാര്യമാണ്. അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഒരു സാഹിത്യകൃതിയെ എങ്ങനെയായിരിക്കും ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? അതുപോലെ നമ്മുടെ സിനിമാ ആസ്വാദനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിരൂപണങ്ങൾ ഏതാണ്ട് ഇല്ലാതായി തുടങ്ങി അല്ലേ? നിരൂപണം എന്ന് പറയുന്ന സംഗതി ഇല്ല. നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടാനിഷ്ടം പറയലല്ല നിരൂപണം. അത് പിന്നെ വേറൊരു മേഖലയാണ്. നിങ്ങളതിനെ സാഹിത്യ ചരിത്രമായിട്ടോ കലയുടെ ചരിത്രമായിട്ടോ സാംസ്കാരിക ചരിത്രമായിട്ടോ രാഷ്ട്രീയ ചരിത്രമായിട്ടോ ഒക്കെ ബന്ധിപ്പിച്ചൊരു കൃതിയെ വിലയിരുത്തുക. എനിക്കിഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതല്ല നിരൂപണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ അത് നിരൂപണം ഏതാണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു ഇതായി മാറിയിട്ടുണ്ട് അല്ലേ? എനിക്ക് വർക്കായി, എനിക്ക് നല്ലതാണ്, അവിടെ ചർച്ചയൊന്നുമില്ല. അപ്പോൾ ഈ ന്യൂ മീഡിയയിലൊക്കെ വരുന്ന ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടവും അനിഷ്ടവും മാത്രമേ അവിടെ ഉള്ളൂ, അതിലപ്പുറത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ സത്യത്തിൽ ആ ലിറ്റററി പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഏതാണ്ട് മങ്ങിപ്പോയ ഒരു കാലത്തായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് തന്നെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആസ്വാദനം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, പക്ഷേ നിരൂപണം ഇല്ലാതാവുന്നുണ്ടാവും. അത് വേറൊരു പ്രശ്നമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിന് മുമ്പ് ഈ പറഞ്ഞൊരു സംഭവം നടക്കുമ്പോൾ, അതായത് ഇന്ദ്രിയങ്ങളുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് സൗന്ദര്യം എന്ന് പറയുന്നത് ബുദ്ധിയുടെ തലത്തിലേക്ക് മാറ്റുക, ഡിസിൻറ്ററസ്റ്റഡ് ആയിട്ടുള്ള ഒന്നിലേക്ക്. ഈ ഡിസിൻറ്ററസ്റ്റഡ്നെസ് എന്ന് പറയുന്ന തിസിസിനെ നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ മമതയില്ലാതെ കാര്യങ്ങളെ നോക്കുക. എൻ്റെ ഇഷ്ടത്തിന് പുറത്ത് വെച്ചിട്ടൊരു കാര്യത്തെ ഞാൻ വിലയിരുത്തുക എന്നുള്ളതാണ് നിർമ്മമം എന്ന് പറയുന്നത്. അതിലൊരു അനാസക്തി ഉണ്ട്. ഓക്കെ, അപ്പോൾ എസ്തെറ്റിക്സ് ഒരു അനാസക്തിയുടെയും നിർമ്മമതയുടെയും മണ്ഡലമാണ്. ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുക ഒരു ഡിസിൻറ്ററസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ ആസക്തി വെച്ചാൽ നിങ്ങൾക്ക് ബ്യൂട്ടി കാണാം, ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ടേ കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ നിന്ന് കാണുമ്പോൾ മാത്രമേ ബ്യൂട്ടി ഉള്ളൂ എന്നുള്ളതാണ് ആ സങ്കല്പം. ഒരുപക്ഷെ പിന്നീട് ഫോർമലിസത്തിലൊക്കെ വന്നിട്ടുള്ള എസ്തെറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പമായിട്ട് മാറിയിട്ടുള്ളതൊന്നാണ്. അതായത് നിങ്ങളുടെ കണിയിൽ നിന്ന് അല്ലേ, കണിയിൽ നിന്ന് എന്താണോ നിങ്ങളുടെ മുമ്പിലുള്ള ആ കാഴ്ച വസ്തുവിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവണം. ഒരു ഡിസിൻറ്ററസ്റ്റഡ്നെസ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങളും വസ്തുവും തമ്മിൽ. ഓക്കെ, ഈ കണ്ണെന്താണ്? ഇതൊരു ഫ്ലോട്ടിംഗ് ഐബോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫ്ലോട്ടിംഗ് ഐബോളാണ്, വേണമെങ്കിൽ ഗോഡ്സ് ഐ എന്നൊക്കെ പറയുന്ന പോലെ. ഭൂമിയിലല്ല, അത് വസ്തുക്കളുടെ ഇടയിലുള്ള കണ്ണല്ല സൗന്ദര്യം കാണുന്നത്. വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കുന്ന കണ്ണാണ് സൗന്ദര്യം ദർശിക്കുന്നത് എന്നുള്ളതാണ് ആ കാഴ്ച. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, ആ കണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഡിസംബോഡീഡ് ഐ ആണ്. ഓക്കെ, ശരീരമില്ലാത്തൊരു കണ്ണാണ്. അതാണ് ഞാൻ ഫ്ലോട്ടിംഗ് ഐബോൾ എന്ന് പറഞ്ഞത്. അത് ശരീരം അതിനില്ല, അല്ലെങ്കിൽ ശരീരം അതിന് അപ്രസക്തമാണ്. ഓക്കെ, ഉള്ളിൽ നിന്നാണ് അത് നോക്കുന്നത്. അങ്ങനെ കാർട്ടീസിയൻ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയിയാണ് നോക്കുന്നത്, ശരീരമല്ല നോക്കുന്നത്, ഒരു സബ്ജക്റ്റാണ് അതിലേക്ക് നോക്കുന്നത്. അപ്പം ഒപ്റ്റിക് അല്ലേ, ഒപ്റ്റിക്കായിട്ടുള്ള വിഷൻ, നോളജിനെ ഒരു ഒപ്റ്റിക് വിഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സയൻസിൻ്റെയും ആർട്ടിസ്ട്രിയിലെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ അറിവിനെ ഒരു ഒപ്റ്റിക് വിഷനാണ്. ഒപ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ കാഴ്ച വസ്തുവും കാണുന്ന ആളും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, കാണുന്ന ആൾ എന്ന് പറയുന്നത് വിഷയിയാണ്,
അതിന് ശരീരം നെസസറി ആയിട്ടുള്ള ശരീരമല്ല ഒക്കെ കാണുന്നത്. ഇപ്പം ദെക്കാർത്തൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഇതാണ് അല്ലേ. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ കാണുന്നത് ആരാണ്? കാണുന്നത് ഈ കണ്ണിനും ഇതിനൊക്കെ പിന്നിൽ നിന്നുകൊണ്ടൊരു സബ്ജക്റ്റാണ് അതിനൊക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് ദെക്കാർത്ത് പറഞ്ഞത് എൻ്റെ ബോഡി എനിക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം ശരീരത്തെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ലല്ലോ, അത് പിന്നിൽ നിന്നിട്ടല്ലേ നോക്കുന്നത്. ഒരു ഡിസംബോഡീഡ് ആയിട്ടുള്ള ഒരു ഐയാണ് നോക്കുന്നത്. ഈ നോട്ടത്തിൻ്റെ കർത്തൃത്വമുള്ളത് ശരീരസ്ഥമല്ലാത്ത ഒരു ഒരു സ്പിരിറ്റാണ് അല്ലേ. ഗോസ്റ്റ് ഇൻ ദ മെഷീൻ, ഒരു ഗോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഒന്നാണ് ഈ നോട്ടത്തിൻ്റെ ഉത്തരവാദിയായിട്ട് നിൽക്കുന്നത്. അതിന് ബോഡി ഇല്ല, അല്ലെങ്കിൽ ബോഡി അതിന് നെസസറി അല്ല. ബോഡിയും അതുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ നോളജിനെ ഒപ്റ്റിക് വിഷനായിട്ട് കാണുക. ഓക്കെ, ഇത് ഇതിനെപ്പറ്റിയുള്ള പുനഃപരിശോധനകളാണ് ഒരുപക്ഷെ എസ്തെറ്റിക്സിൽ കണ്ടംപററി ആയിട്ട് നടക്കുന്ന ഏറ്റവും വലിയ. ഞാനതിൻ്റെ മറ്റ് കാണ്ടിൻ്റെ ഈ പൊസിഷൻ ഏതാണ്ട് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒപ്റ്റിക് വിഷൻ അല്ലാതെ ഹാപ്റ്റിക് ആയിട്ടുള്ള വിഷൻ എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവരികയാണ് പുതിയ ചിന്തയിലൊക്കെ. ഹാപ്റ്റിക് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്. ഓക്കെ, ഹാപ്റ്റിക് ടച്ച് എന്നാണ്. തൊടുന്ന കണ്ണുകൊണ്ട് നിങ്ങൾ തൊടുക എന്നുള്ള ഒരു മെറ്റഫോറിക് ആയിട്ടുള്ള സംഗതിയാണത്. ഓക്കെ, ഹാപ്റ്റിക് വിഷൻ. നോളജ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഒപ്റ്റിക് വിഷൻ അല്ല, ഹാപ്റ്റിക് വിഷനാണ് എന്ന് ഒരാശയം. ഞാനത് എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എംബോഡീഡ് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് സൗന്ദര്യത്തെ പറ്റിയുള്ള ചിന്തയെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മാറ്റി ബുദ്ധിയുടെ ഒരു തലത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് കാണ്ട് ചെയ്തത്. അതിലൂടെ ഒരു തരത്തിലുള്ള ഡിസംബോഡിയിങ് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് ഓക്കെ കാണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു മൂവാണ്, പ്രോജക്റ്റ് അല്ല, ഒരു മൂവാണ് കാണ്ടിൽ കാണാൻ കഴിയുമെങ്കിൽ അതിന് വിരുദ്ധമായ, അതിന് വ്യത്യസ്തമായ മറ്റൊരു മൂവാണ് ഒരുപക്ഷെ സമകാല ചിന്തകളിലും, സമകാലം എന്ന് പറഞ്ഞാൽ 20th സെഞ്ച്വറിയിലൊക്കെ പ്രബലമായി വന്ന ഒരു ഇതെന്ന് പറയുന്നത് എസ്തെറ്റിക്സിനെ നമ്മൾ ശരീരസ്ഥമാക്കി മാറ്റുക. ശരീരസ്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ എംബോഡിയിങ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലെങ്കിൽ എസ്തെറ്റിക്സിനെ തന്നെ എംബോഡീഡ് ആക്കുക. അപ്പോൾ എംബോഡീഡ് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ആശയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഹാപ്റ്റിക് വിഷൻ എന്നത്. എന്താണ് ഈ ഹാപ്റ്റിക് വിഷൻ? തൊട്ടറിവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ, ഹാപ്റ്റിക് വിഷൻ എന്ന് പറയുന്നത് തൊട്ട് അറിയുക എന്നാണ്. അല്ലെങ്കിൽ ഹാപ്റ്റിക് വിഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നോളജിനെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറയുന്നത് തൊട്ടറിവ്. കാണൽ തന്നെ ഒരു തൊട്ടറിവാണ്. കണ്ണ് ഡിസ്റ്റൻസിൽ നിന്ന് കാണുകയല്ല ചെയ്യുന്നത്, സത്യത്തിൽ തൊടുകയാണ് ചെയ്യുന്നത്, സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. മെറ്റഫോറിക്കാണത്. കണ്ണ് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ സ്പർശം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഒരുപാട് മെർലിപോണ്ടി അടക്കമുള്ള ഒരുപാട് പേര് അത് പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു ആശയമാണ്. ഞാൻ അതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ആശയം എന്താണെന്നൊന്ന് പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഇന്ന് എൻ്റെ സുഹൃത്ത് ഗിരീഷ് ഇവിടെ ഇരിക്കുന്നത്, ഗിരീഷിൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ്, ഗിരീഷിൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. അതിലെ ഞാൻ യാദൃശ്ചികമായിട്ട് 2 ദിവസം മുമ്പാണ് അത് മറിച്ച് നോക്കി. അതിൽ കണ്ടിട്ടുള്ള 2-3 ഫോട്ടോഗ്രാഫ്സ്, 2-3 കുറേ ഉണ്ട്, ഒരുപാട് വർക്കുണ്ട്. ഗിരീഷിൻ്റെ മുഴുവൻ വർക്കും ഞാൻ പറയാം ഹാപ്റ്റിക് വിഷൻ്റെ ഉദാഹരണങ്ങളാണ്. അത് തൊടുന്നതാണ്. ഓക്കെ, ഈ കാണലും തൊടലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുമെങ്കിൽ, പക്ഷേ ഇതൊരു പഴയ, ഇത് അത്ര പുതിയ ആശയമല്ല. അപ്പോൾ ഈ ഹാപ്റ്റിക് സിനിമ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ പലരും അതിനെപ്പറ്റിയിട്ട് പറയാറുണ്ട്. ഈ ഹാപ്റ്റിക് സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ക്ലോസപ്സ് കൂടുതലുണ്ടാവുക. ക്ലോസപ്സിലാണ് അത് ശ്രദ്ധിക്കുക മുഴുവൻ. ക്ലോസപ്സ് ശ്രദ്ധിക്കുക പറഞ്ഞാൽ അതിൻ്റെ ഗ്രെയിൻനെസ് ഉണ്ടല്ലോ, പരുക്കനായിട്ടുള്ളതിലേക്ക് നിങ്ങൾ ഷാർപ്പായിട്ട് ക്യാമറ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന ഒരാൾ സത്യത്തിൽ അത് തൊടുന്നുണ്ട്. ആ സ്പർശമായിട്ടുള്ള അനുഭവമുണ്ട്, തൊടുക എന്നുള്ളൊരു അനുഭവം അവിടെയുണ്ട്. കണ്ണവിടെ തൊടുക ചെയ്യുന്നത്, കണ്ണ് കാണുകയല്ല ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഡിസ്റ്റൻസിൽ നിന്ന് നോക്കാൻ പറ്റില്ല അതിനെ. മാത്രമല്ല, അപ്പം സിനിമയെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സാധാരണ സിനിമ കാണുന്ന ആളുകൾ സ്റ്റോറി വായിക്കുക ചെയ്യുക ആണല്ലോ.
അല്ലേ? നമ്മളുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമ്മളതിൻ്റെ കഥയെ വായിക്കുന്നത്, ഒരു വായനയെ നടക്കുന്നത്. സത്യത്തിൽ കാണുകയല്ല ചെയ്യുന്നത്, ദൃശ്യങ്ങൾ നിങ്ങളുടെ കണ്ണിലല്ല പെടുന്നത്, നിങ്ങളതിന് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ പറയുക. മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ ആ പ്രയോഗത്തിൽ തന്നെ ഒരു ഇതുണ്ട്. ഒരു പെയിൻറ്റിങ് കണ്ടാൽ മനസ്സിലായില്ല എന്ന് പറയുന്നത് ഇതുപോലെ ഒരു അബദ്ധം വേറെ ഒന്നുമില്ല. അത് മനസ്സിലാവേണ്ടത് നിങ്ങളുടെ ബോഡിയിലാവേണ്ടത്, അത് നമ്മുടെ ശരീരത്തിലാവേണ്ടതാണ് ചിത്രങ്ങൾ, അല്ലാണ്ട് മനസ്സിലല്ലാതാവേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ വ്യാഖ്യാനമാണ് നിങ്ങളുടെ ഉള്ളിൽ. ഒരു ലിറ്റററി ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾ ഒരു പെയിൻറ്റിങ് കാണുമ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, കടൽ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്ന പോലെയാണ്. ഒരു കടൽ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊരാൾ പറയുന്ന പോലെയാണ് ഒരു പെയിൻറ്റിങ് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്നാണ്. കാരണം അത് ആദ്യം കണ്ണിൽ വരണ്ടേ, ഇന്ദ്രിയങ്ങളിലാണ് അത് പെണ്ണ്. നമുക്ക് കണ്ണുകൊണ്ട് സിനിമ കാണാൻ അറിയില്ല എന്ന് പറയും. നമ്മൾ എഴുതുന്ന സിനിമ പലരും പറയുന്നത് പേന കൊണ്ടാണ് സിനിമ എഴുതുന്നത്, പേന കൊണ്ട് എടുക്കുന്ന സിനിമകൾ എന്നാണ്. തിരക്കഥയാണ് അതിൻ്റെ പ്രധാനം, കഥയാണ് നമുക്ക് വേണ്ടത്. അപ്പം സിനിമ കാണുമ്പോഴും നമ്മൾ കഥയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഹാപ്റ്റിക് സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാപ്റ്റിക് സിനിമ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് കഥ വായിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നിങ്ങൾ സിനിമ ക്ലോസപ്സിൽ മാത്രം കൊണ്ടുപോവാണ്. കഥ എന്താണെന്നുള്ളത് കഥ നിങ്ങളെ ശ്രദ്ധിക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്ന അതിൻ്റെ വിഷ്വൽസിൽ മാത്രമാണ്. ആ വിഷ്വൽസിൻ്റെ വളരെ ഒക്കെ ടാഞ്ചിബിളായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള, നിങ്ങളെ കണ്ണിൽ സ്പർശിക്കുന്ന, കണ്ണിൽ കുത്തുന്ന ദൃശ്യങ്ങൾ. ഞാൻ 2-3 ഇതൊന്നും കാണിക്കാറില്ല ആ ബുക്കിൽ. ഞാൻ ഗിരീഷിനോട് അത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നില്ല, പെട്ടെന്ന് എടുത്ത്. ഇതിലെല്ലാം അങ്ങനെയാണ്. പക്ഷേ എങ്ങനെ ഞങ്ങൾക്ക് കാണുമോ? ഏതും എടുക്കാം കേട്ടോ. ഇത് ഫോട്ടോഗ്രാഫ്സാണ്. പിന്നെ ഗിരീഷ് ഒരു ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്, പെയിൻറ്ററാണ്. ഗിരീഷ് എടുത്ത കുറേ ഫോട്ടോസ്. ഇപ്പോൾ അടുത്ത് ഒരു എക്സിബിഷനോ ഷോ ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങൾ നോക്കുക, ഞാൻ കുറച്ചും കൂടി അപ്പുറത്തുള്ളതാണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയും ഈ ഫോട്ടോഗ്രാഫ്സിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ഫോട്ടോഗ്രാഫിൻ്റെയൊക്കെ പ്രത്യേകത നോക്കാം. ഇതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഈ ഗിരീഷ് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഒന്നായിരിക്കും ഈ നഗരങ്ങളിൽ വൈകുന്നേരം കട അടച്ചു പോവുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ. അവർ ജീവിതം മുഴുവൻ മടക്കി കെട്ടി വെച്ച് പിറ്റേ ദിവസം നിവരും ജീവിതം. മടക്കി കെട്ടി നിവർത്തുന്ന ഒന്നായിട്ട് ജീവിതം ഇങ്ങനെ നമുക്ക് തൊടാവുന്ന രീതിയിൽ നിങ്ങളെ കണ്ണിനെ കയറുന്ന ദൃശ്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഇതാണ് ഹാപ്റ്റിക് എന്ന് പറയുന്നത്. ഇത് കാണ്ടിൻ്റെ ഒരു എസ്തെറ്റിക്സിനെതിരാണ്. അത് കാണ്ട് പറയുക സൗന്ദര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസിലേ ഉള്ളൂ എന്നാണ്. ഒരു ഡിസ്റ്റൻസിലുള്ള എംബോഡീഡ് അല്ലാത്ത ഫ്ലോട്ടിംഗ് ഐ ആണ് സൗന്ദര്യം കാണുക. നിർമ്മമത എന്ന് പറയുന്നത് അതിന് മാത്രമേ, ആ നിർമ്മമതയിൽ മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നാണ്. ഇതിന് എതിരായിട്ടൊരു മൂവിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ഹാപ്റ്റിക് സിനിമയുടെ കാര്യവും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഇവിടെ എന്താണ് ശരിക്ക് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, ഇതിലൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഈ ഹാപ്റ്റിക് എന്ന് പറയുന്നതിലേക്കുള്ള മാറ്റത്തിന്. ഇന്ദ്രിയങ്ങളെ പറ്റിയുള്ള ഒരു പുനർവിചിന്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ റിട്രീവ് ചെയ്യാനൊരു ശ്രമം ഇതിലുണ്ട്. എസ്തെറ്റിക് എന്നുള്ള വാക്കിൽ ഒറിജിനലി ഉള്ള ആ എസ്തെസിസ് എന്ന് പറയുന്നതിലുള്ള ഇന്ദ്രിയങ്ങൾ കാണ്ട് മാറ്റിവെച്ച ഇന്ദ്രിയങ്ങളെ റിട്രീവ് ചെയ്യാൻ, വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം ഇതിലുണ്ട്. അത് 2 നിലയിലാണ് നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്നുള്ള ചിന്ത, ഇന്ദ്രിയങ്ങളെ പറ്റിയുള്ള വളരെ കാതലായ അന്വേഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിപ്പോൾ നല്ല വളരെ മുമ്പേ നടന്നിട്ടുണ്ട്. എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, മാർക്സൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മാർക്സ് പ്രധാനമായിട്ടും മാർക്സിൻ്റെ ആദ്യകാല കൃതികളിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം ഇന്ദ്രിയങ്ങളാണ്. മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഞാൻ അതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മാർക്സിൻ്റെ ഒരു ഇൻസൈറ്റ് ഞാൻ പറയുകയാണ്, അത്രയും ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ.
ഈ സെൻഷ്വസ് ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ദ എൻറ്റയർ ഹിസ്റ്ററി ഓഫ് ദ ഹ്യൂമൻ കൈൻഡ് ഡൗൺ ടു ദ പ്രസൻറ്റ് എന്നാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളൊരു വാക്ക്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൻ്റെ ഒരു വർക്കാണ്. വർക്ക് എന്നുള്ളത് വർക്ക് ഓഫ് ദ ഹിസ്റ്ററി ഡൗൺ ടു ദ പ്രസൻറ്റ്. നാച്ചുറലായിട്ടുള്ള സാധനമല്ല മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, അത് ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ, നിങ്ങളുടെ കണ്ണിലും കാതിലും ഒക്കെ ഈ ഇന്ദ്രിയങ്ങളിൽ മുഴുവൻ ചരിത്രം കിടപ്പുണ്ട് എന്നാണ് മാർക്സിൻ്റെ ഒരു വായന. അതുകൊണ്ട് ഇപ്പം സൗന്ദര്യം എന്ന് പറയുന്നത്, ഇപ്പം മാർക്സ് പറയുക സൗന്ദര്യം എന്ന് പറയുന്ന ഒന്നില്ല. സൗന്ദര്യം അത് ഹിസ്റ്ററി അടങ്ങിയ ഒരു സൗന്ദര്യമുള്ളൂ. എന്ത് സുന്ദരമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ഹിസ്റ്ററിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അല്ലാതെ ഒരു നേക്കഡ് ഐക്ക് സൗന്ദര്യം കാണാൻ പറ്റില്ല. ഒരു ഹിസ്റ്ററിക്ക് പുറത്തുള്ളൊരു കണ്ണിന് സൗന്ദര്യം കാണാൻ പറ്റില്ല. നിങ്ങൾ ഹിസ്റ്ററിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. എന്ത് സുന്ദരമാണെന്നും എന്ത് അസുന്ദരമാണെന്നും എന്ത് വിരൂപമാണെന്നും നിങ്ങളുടെ കണ്ണ് കണ്ടെത്തുമ്പോൾ അത് ചരിത്രത്തിലെ ഒരുപാട് മൂല്യങ്ങളും ഒക്കെ അടങ്ങിയ ഒരു പരിസരത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ കണ്ണിന് ഈ സൗന്ദര്യം കാണാൻ പറ്റൂ. മാർക്സ് അത് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. മാർക്സ് പിന്നെ ക്യാപിറ്റലിനെ പറ്റിയുള്ള ഡിസ്കഷനിലൊക്കെ ഇത് വരുന്നുണ്ട്. മാർക്സ് പറഞ്ഞ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്ത് ആയിരുന്നല്ലോ മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. സ്വകാര്യ സ്വത്ത് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സെൻസ് എന്ന് പറയുന്നത്, സെൻസിങ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയും ഹാവിങ് എന്നുള്ളത് മാത്രം ഒരു വളരെ പ്രധാനപ്പെട്ടത്. അതായത് വസ്തുക്കളുടെ മുകളിൽ ചാടി വീഴുക ഹാവിങ് ആണ്, പൊസസ്സിങ് ആണ്. സെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കണ്ണുകൾക്ക് അറിയില്ല. സൗന്ദര്യം ആസ്വദിക്കാൻ കണ്ണുകൾക്ക് പറ്റുന്നില്ല. സ്വന്തമാക്കുക എന്നുള്ളതാണ് കണ്ണുകളുടെ ആർത്തി പിടിച്ച ഇന്ദ്രിയങ്ങളാണ് മനുഷ്യർക്കുള്ളത് എന്നാണ് മാർക്സിൻ്റെ ഒരു ക്രിട്ടിക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പറ്റി. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാവുമ്പോഴാണ് ശരിക്കും ഇന്ദ്രിയങ്ങൾ ലിബറേറ്റഡ് ആവുന്നത് എന്നാണ് മാർക്സിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നമല്ല, ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള പ്രശ്നമാണെന്നാണ് മാർക്സ് പറയുന്നത്. ഞാനത് അതിൻ്റെ ദീർഘമായിട്ട് സൂക്ഷ്മമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇത് ഒരു പരിസരമാണ്, ഇന്ദ്രിയങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ള റിട്രീവിങ് ദ സെൻസസ് എന്ന് പറയുന്ന ഒരു പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കിയ ചിന്തകരിൽ ഒരാൾ ഒരുപക്ഷെ മാർക്സായി. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹാപ്റ്റിക് വിഷൻ എന്നുള്ളൊരു തിയറട്ടിക്കലായിട്ടുള്ള ഫിലോസോഫിക്കലായിട്ടുള്ളൊരു പോയിൻ്റായിട്ട് അവതരിപ്പിച്ചത് മെർലിപ്പോണ്ടിയാണ്. മൗറിസ് മെർലിപ്പോണ്ടി എന്ന് പറയുന്ന ഫ്രഞ്ച് നിങ്ങൾക്കറിയാം ചിന്തകനാണ്. ഫിനോമിനോളജിയുടെ ഒരു പാരമ്പര്യം ഒക്കെ അറിയാം. എന്താണ് മെർലിപ്പോണ്ടി പറഞ്ഞിട്ടുള്ള ഈ എംബോഡീഡ് ആയിട്ടുള്ള സീയിങ്? ഞാനിതിനെ കാണുന്നത് ഈ കാണ്ടിൽ നിന്നുള്ള ഈ എസ്തെറ്റിക്സിൽ കാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു ഒരു മൂവ്, റിട്രീവിങ് ദ സെൻസസ്, റിട്രീവിങ് ദ ബോഡി, അല്ലെങ്കിൽ എംബോഡിയിങ് ദ എസ്തെറ്റിക് എന്ന് പറയുന്ന ഒരു മൂവ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മെർലിപ്പോണ്ടിയുടെ ഈ വാക്കിലായിരിക്കും. ബോഡി അവിടെ പ്രധാനമായിട്ട്. അത് ഞാൻ ഇവിടെ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ ടച്ചിനെയും ഈ സീയിങ്ങിനും ടച്ചിനെയും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മെർലിപ്പോണ്ടിയുടെ വാദമനുസരിച്ചാണെങ്കിൽ ടച്ച് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിലിറ്റി ഉള്ള ഒരു അനുഭവമാണ്. ടച്ചിൽ മാത്രമാണ് റിവേഴ്സിബിലിറ്റി. ടച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ടച്ച്, ഞാൻ മെറ്റഫോറിക്കലി ടച്ച് നമ്മൾ അല്ലാതെ ഉപയോഗിക്കും. അതെന്നെ ടച്ച് ചെയ്തു എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സിനിമ ഭയങ്കര ടച്ചിങ് ആയിരുന്നു എന്ന് പറയും. അവിടെ നമ്മൾ മെറ്റഫോറിക്കലി ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ശരിക്കുള്ള ടച്ച് നിങ്ങളെടുക്കാം. ഹാപ്റ്റിക് ആണോ ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിലിറ്റി അതിലുണ്ട്. ഫണ്ടമെൻ്റൽ ലെവലിലുള്ള റിവേഴ്സിബിലിറ്റി ഉള്ള ഒന്നാണ് ടച്ച്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, the moment you touch you are being touched. You cannot touch anything without being touched എന്നുള്ളതാണ് അതിൻ്റെ. നിങ്ങൾക്ക് ഒരു കാര്യം സ്പർശിക്കപ്പെടാതെ ഒന്നും സ്പർശിക്കാൻ പറ്റില്ല. നിങ്ങൾ സ്പർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പർശിക്കപ്പെടുന്നുമുണ്ട്, അഫക്റ്റഡ് ആണ് അല്ലേ. ഇത് വളരെ ഇപ്പം കാഴ്ചയിൽ ചിലപ്പോൾ ആ റിവേഴ്സിബിലിറ്റി പ്രത്യക്ഷത്തിലില്ല, കാഴ്ചയിൽ. ഇപ്പം ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ ഞാനൊരു വസ്തുവിനെ കാണുമ്പോൾ ഞാൻ കാണപ്പെടുന്നു എന്നുള്ളൊരവസ്ഥയില്ല. ഞാൻ മരം നോക്കുമ്പോൾ മരം എൻ്റെ കാഴ്ച വസ്തുവാണ്.
മരം എന്ന് പറയുന്നത് കണിയാണ്, ഞാൻ കാണിയാണ്, അല്ലേ? ഈ കണിയായി മാറുന്ന അവസ്ഥ അവിടെ ഇല്ല. ഓക്കെ, മരം എന്നെ നോക്കുന്നില്ലല്ലോ. ഓക്കെ, സാധാരണ നിലയ്ക്കില്ല. നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവുമായിരിക്കും, ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. റിവേഴ്സിബിലിറ്റി ഉണ്ടെന്ന് പറയാം. സാധാരണ നോട്ടം ഒപ്റ്റിക് എന്ന് പറയുന്ന വിഷനിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ കാർട്ടീഷ്യൻ രീതി പറഞ്ഞാൽ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഡ്യുവാലിറ്റി അവിടെ ക്ലിയറാണ്. ഓക്കെ, അതിർത്തി വളരെ ക്ലിയറാണ്, കാണുന്ന വസ്തുവും കാണുന്ന ആളും. ഓക്കെ, വിഷയവും തമ്മിലുള്ള അതിർവരമ്പ് ഭദ്രമാണ്, അതൊരിക്കലും ഭേദിക്കാൻ പറ്റാത്ത അതിർവരമ്പ്. ഇതാണ് അപ്പോൾ ദെക്കാർത്ത് സത്യത്തിൽ അറിവിനെ പറ്റിയുള്ള ദെക്കാർത്തിൻ്റെ സങ്കല്പം ഒപ്റ്റിക് വിഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടായത്. ദെക്കാർത്ത് ഒരുപാട് എഴുതിയിട്ടുള്ളത് ഒപ്റ്റിക്സിനെ കുറിച്ചാണ്. ഓക്കെ, വളരെ ശാസ്ത്രീയമായിട്ട് ന്യൂറോളജിക്കലായിട്ടുള്ള പല ഹൈപ്പോത്തസിസും പിന്നെ ദെക്കാർത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിലോസഫി മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലേ? അപ്പുറത്തുള്ള കുറേ റൈറ്റിങ്സ് ഉണ്ട് ഇതൊക്കെ. ദെക്കാർത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ ഇതാണ്, ഈ പറഞ്ഞ ഒപ്റ്റിക് വിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒപ്റ്റിക് വിഷനെ നിങ്ങൾ പ്രാഥമികമായ ഒന്നായിട്ട് എടുക്കുമ്പോൾ, മനുഷ്യനും ലോകവും തമ്മിലുള്ള എൻഗേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായ തലമായിട്ട് ഒപ്റ്റിക് വിഷനെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒബ്ജക്റ്റും സബ്ജക്റ്റും രണ്ടാണ്, അതങ്ങനെ നിൽക്കും. ഓക്കെ, ക്ലിയർ ആണോ? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ആ ഡ്യുവാലിറ്റി വളരെ ഭദ്രമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഒപ്റ്റിക് വിഷനിൽ കാണുക. നേരെ മറിച്ച് അത് മുഴുവൻ കൊളാപ്സ്ഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ഹാപ്റ്റിക് എന്ന് പറയുന്നത്. തൊടുമ്പോൾ മല്ലപ്പണ്ടിയുടെ പ്രസിദ്ധമായ ഉദാഹരണം ഇതാണ്. രണ്ട് കൈ വിരലുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ആരെയാണ് ടച്ച് ചെയ്തത് എന്നുള്ള, അല്ലേ? ഇതിലേതാണ് സബ്ജക്റ്റ്, ഏതാണ് ഒബ്ജക്റ്റ്? ഇതിനെ തൊട്ടതാണോ, ഇതിനെ തൊട്ടതാണോ? അല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആണ്, ഞാൻ ഇതിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ ഇത് ഒബ്ജക്റ്റാണ്, ഞാനിവിടെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡ്യുവാലിറ്റി അവിടെ ക്ലിയറാണ്, അതിർത്തി വളരെ ക്ലിയറാണ്. പക്ഷേ ഈ സെൽഫ് ടച്ചിങ്ങിൽ ഓക്കെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിളാണ്. ഇത് ഇങ്ങോട്ടും ആവാം. ഇവിടെ നോക്കുമ്പോൾ ഇതിനെ തൊട്ട്, ഇവിടെ നോക്കുമ്പോൾ ഇതിനെ തൊട്ട്. അപ്പോൾ ഈ തൊടുക എന്ന് പറയുന്ന അനുഭവത്തിൽ മാത്രമുള്ള ഒന്നാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡ്യുവാലിറ്റി ഈസ് ബ്ലേർഡ് ഓർ കൊളാപ്സ്ഡ്. ഓക്കെ, ഇതാണ് ഹാപ്റ്റിക് വിഷൻ. ഹാപ്റ്റിക് വിഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്? വിഷനെ തന്നെ ഇങ്ങനെ ഹാപ്റ്റിക്കായിട്ട് കാണാൻ പറ്റുന്നു. ഓക്കെ, വിഷൻ ഒപ്റ്റിക്കായിട്ട് കാണാതെ അതിനെ ഹാപ്റ്റിക്കായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പെയിൻറ്റിങ്ങിൽ നിങ്ങൾ എന്താണ് കണ്ണ് ചെയ്യുന്നത്, കണ്ണതിൽ തൊടുന്നുണ്ട്. മെറ്റഫോറിക്കലി ആണ് പറയുന്നതെങ്കിൽ പോലും ആ തൊടൽ എന്ന് പറയുന്ന അനുഭവം അവിടെ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, എങ്ങനെയാണ് അവിടെ ബീയിങ് ടച്ച്ഡ് എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകുന്നത്? നിങ്ങൾ ബീയിങ് അഫക്റ്റഡ് ബൈ ദാറ്റ് തിങ്, അല്ലേ? ബീയിങ് അഫക്റ്റഡ് ബൈ. ഇപ്പോൾ പുതിയ എസ്തെറ്റിക് തിയറീസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഫക്റ്റ് എന്ന് പറയുന്ന വാക്ക്. സ്പിനോസ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, പിന്നീട് അത് ബെർഗ്സൺ ഉപയോഗിക്കുന്നുണ്ട് വേറെ രീതിയിൽ, ഡെലൂസിനെ പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അഫക്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ഇവരത് ഉപയോഗിക്കുന്നെങ്കിൽ പോലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു നോഷൻ ഇതാണ്. ഈ ഐ കനോട്ട് ടച്ച് സംതിങ് വിത്തൗട്ട് ബീയിങ് ടച്ച്ഡ് എന്നാണ്. നിങ്ങൾക്ക് ടച്ച് ചെയ്യപ്പെടാതെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങളൊരു ഹാപ്റ്റിക്കായിട്ട് കാണാൻ, ഒപ്റ്റിക്കായിട്ട് കാണാതെ. ഇതാണ് മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധം. ഞാൻ ലോകത്തെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളല്ല. ഓക്കെ, ഒരു ഡിസ്റ്റൻസിൽ നിന്ന്, കാണ്ടിയൻ ഡിസിൻട്രസ്റ്റഡ്നെസ്സിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഒരു പൂവിനെ ഇങ്ങനെ നോക്കി കാണുകയല്ല ചെയ്യുന്നത്. പൂവിനെ നോക്കുമ്പോൾ ഞാൻ അഫക്റ്റഡാണ് ആ കാഴ്ചയിൽ. അഫക്റ്റഡ് ആവാതെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഐ ആം ബീങ് ടച്ച്ഡ്. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഇതാണ് ഒരു ഹാപ്റ്റിക് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്സിലേക്കുള്ളൊരു മാറ്റം എന്ന്, അല്ലെങ്കിൽ എംബോഡീഡ് എസ്തെറ്റിക്സ്. പിന്നെ ഈ ടച്ചിനെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഫിനോമെനോളജിക്കലായ അർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു എക്സ്പീരിയൻസിൻ്റെ പോയിന്റിലാണ് നമ്മൾ പറയുന്നത്. ഇതിനല്ലാതെ കാണാൻ പറ്റും. ടച്ച് എന്ന് പറയുന്നതിന് വളരെ ഒരു ഓണ്ടോളജിക്കലായിട്ടുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റും. ടച്ചില്ലാതെ നിങ്ങൾക്ക് ബീയിങ് എന്ന് പറയുന്നത് സാധ്യമല്ല. ഇന്ന് പുതിയ പല നാൻസിയെ പോലുള്ള പല ആളുകളും ഒക്കെ പറയുന്നുണ്ട്. അതായത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇൻ ടച്ച് വിത്ത് എന്നുള്ളതാണ്. എന്തിനോ ടച്ച് ചെയ്തിട്ട് മാത്രമേ ബീയിങ് എന്ന് പറയുന്നത് നിൽക്കുന്നു. അപ്പോൾ ബീയിങ് എന്ന് പറയുന്നത് വസ്തുവിൻ്റെ എഡ്ജിലാണ്, ടച്ചിലാണ് അത് നിൽക്കുന്നത്.
ഇത് വേറൊരു ആശയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇനി മൂന്നാമത്തെ, ഇപ്പോൾ 2 ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് കാണ്ടിയൻ എസ്തെറ്റിക്സിൽ എങ്ങനെയാണ് ഡിസംബോഡിയിങ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് നടന്നതെന്ന്, രണ്ടാമത് ഈ ഹാപ്റ്റിക് എന്ന് പറയുന്നതും എംബോഡിയിങ് എന്ന് പറയുന്ന മൂവ് എന്താണെന്നുള്ളതും ചുരുക്കി പറയാനാണ്. ഇനി എന്താണ് ഈ അഫക്റ്റ് എന്നുള്ളത് നോക്കാം. അഫക്റ്റ് തിയറി എന്ന് പറയുന്നത് ഇപ്പോൾ എസ്തെറ്റിക്സിലും ഒക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാപ്റ്റിക് സിനിമ എന്ന് പറയുന്നതും ഒക്കെ ആ ആശയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അഫക്റ്റ് എന്നുള്ളതിന് നല്ലൊരു മലയാള വാക്ക് എനിക്ക് കിട്ടിയില്ല, ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആരോ ഭാവശക്തി എന്നൊക്കെ നമ്മുടെ രാജീവ് മാഷ് എന്തോ ഉപയോഗിക്കുന്നത്, എത്രത്തോളം ശരിയാണെന്നുള്ള സംശയമുണ്ട് എനിക്ക്. പക്ഷേ അഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു എസ്തെറ്റിക്സിൻ്റെ സെൻസിൽ അഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ശരീരം ഒരു മുൻവിധികളുമില്ലാതെ ഏറ്റുവാങ്ങുന്ന അനുഭവങ്ങളാണ് അഫക്ട്സ് എന്ന് ഏറ്റവും ചുരുക്കി പറയാം. മുൻവിധികൾ എന്ന് പറഞ്ഞാൽ പ്രെജുഡീസസ് ആണ്, അല്ലെങ്കിൽ പ്രെജുഡീസസ് ഇല്ലാതെ എന്ന് പറയുന്നതിനേക്കാൾ പ്രെജുഡീസസിൻ ഈ പറഞ്ഞ മുൻവിധികളെയൊക്കെ കവിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ബാധയാണ് അഫക്റ്റ് എന്നത്. അഫക്റ്റഡ് എന്ന് പറയുന്നത് തന്നെ ബാധിക്കുക എന്നാണല്ലോ തന്നെ. ഒരു ബീയിങ്ങിൻ്റെ ഒരു ബാധയാണ്, നിങ്ങൾ ബാധിക്കപ്പെടുകയാണ്. ഞാൻ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാനുണ്ട്. അതായത് ഒരു കാര്യം വളരെ സന്തോഷകരമാണെന്നോ ദുഃഖകരമാണെന്നോ സുന്ദരമാണെന്നോ അസുന്ദരമാണ് വിരൂപമാണെന്നോ ചീത്തയാണെന്നോ നല്ലതാണെന്നോ ഒക്കെ അറിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നല്ലതാണ്, ചീത്തയാണ്, സുന്ദരമാണ്, വിരൂപമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ജഡ്ജ്മെൻ്റാണ്, വാക്കുകളുണ്ട് അവിടെ. ഈ വാക്കുകളുടെ മധ്യസ്ഥത ഇല്ലാതെ, ഈ ജഡ്ജ്മെൻറ്റ്സ് ഇല്ലാതെ ലോകം നിങ്ങളെ ബാധിക്കുന്നതിനെയാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ശരീരത്തെ ആകെ ഇങ്ങനെ ഉലയ്ക്കുന്നൊരു ഷോക്ക് പോലെ, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ബോഡിയെ പൊടുന്നനെ വിക്ഷുബ്ധമാക്കുന്ന അല്ലെങ്കിൽ തരളമാക്കുന്ന ഒരു അനുഭവമായിട്ട്, ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളത്, ഇതിനെയാണ് സാധാരണ നിലയ്ക്ക് അഫക്റ്റ് എന്ന് പറയുക. നമ്മൾ അഫക്റ്റഡ് ആയി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്നാമത് വാക്കുകളാണ്. സുന്ദരം എന്ന് പറയുമ്പോൾ ഒരു വാക്കാണത്, അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ വെസലാണ്, അല്ലേ, സങ്കല്പത്തിൻ്റെ ഒരു പാത്രമാണത്. അസുന്ദരം എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറിയാണ്. ഇത് സുന്ദരമല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാറ്റഗറി ഉപയോഗിച്ചു, ഒരു വാക്ക് ഉപയോഗിച്ചു, ഒരു പദം ഉപയോഗിച്ചു. ഈ വാക്കുകളുടെ അളവ് പാത്രങ്ങളിൽ നിറയുന്നതിന് മുമ്പ് ലോകം നിങ്ങളെ അങ്ങ് ബാധിക്കുന്നുണ്ട്. എന്ന് ആ അനുഭവങ്ങളെ നമ്മൾ എടുക്കുക. നമ്മൾ സത്യത്തിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ ഈ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മുറിയുടെ അന്തരീക്ഷം എന്നെ ബാധിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓൾറെഡി അത് കൊഗ്നിറ്റീവായിട്ടുള്ള സംഭവമല്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ആ അനുഭവങ്ങളുടെ തീവ്രതയുണ്ട്. ആ അനുഭവങ്ങളുടെ തീവ്രത, അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ അഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനമാണ് ആർട്ടിൽ. ഒരുപക്ഷെ കാണ്ട് മിസ് ചെയ്യുന്നൊരു പോയിൻ്റ് ഇതായിരിക്കും. കാണ്ട് അതിനെ കൊഗ്നിറ്റീവായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് കാണുന്നത്. കാണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഫക്റ്റ് എന്ന് പറയുന്നത് ഇമോഷൻ ആയിരിക്കും. ഇപ്പോൾ ഇമോഷൻ എന്ന് പറയുന്നതൊരു മെൻ്റൽ സ്റ്റേറ്റാണ്, അഫക്റ്റ് ഒരു മെൻ്റൽ സ്റ്റേറ്റ് അല്ല. അതാണ് തമ്മിലൊരു വ്യത്യാസം സാധാരണ പറയാം. മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊഗ്നിറ്റീവാണത്. നിങ്ങൾ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളൊരു മെൻ്റൽ സ്റ്റേറ്റാണ്, മനോനിലയാണത്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു മനോനിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് ശരീരം അതിൽ അഫക്റ്റഡ് ആവുകയാണ് ഒരു കാര്യത്തിൽ. ഇതാണ് അഫക്റ്റ് എന്നുള്ള. അഫക്റ്റും ഇമോഷനും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് സാധാരണ. അഫക്റ്റ് ബോഡിലിയാണ്, ഇമോഷൻ എന്ന് പറയുന്നതൊരു മെൻ്റൽ സ്റ്റേറ്റാണ്. ഇതാണ് സാധാരണ നടത്തുന്ന ഒരു വ്യത്യാസം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, എലീറ്റായിട്ടുള്ള ഒരു
എന്തെങ്കിലും ഷോ ഒക്കെ നടക്കുന്ന ഒരു ഹാളിലേക്ക് ഞാൻ കയറുകയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വലിയൊരു പാർട്ടി നടക്കുന്നൊരു ഹാളിലേക്ക് ഒരാൾ കയറുമ്പോൾ അയാൾ ഈ പരിസരവുമായിട്ട് അത്ര പരിചയമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. അയാൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ ഹാളിൻ്റെ ഉള്ളിൽ അന്തരീക്ഷം അയാളെ ബാധിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കും നിങ്ങൾ. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അവിടുത്തെ ചിട്ടകൾ എന്താ, ചിട്ടവട്ടങ്ങൾ എന്താണ്, എങ്ങനെ പെരുമാറണം ഒന്നും അറിയാതെ നിങ്ങൾ സ്തബ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ബോഡി അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പക്ഷേ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യണമെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. ലിഖിത രൂപത്തിൽ ഒരു കൽപ്പനയുമില്ല. അധികാരം പ്രവർത്തിക്കുന്ന ഇങ്ങനെ കൽപ്പനകളിലൂടെയല്ല, അന്തരീക്ഷത്തിലൂടെയാണ്. നിങ്ങൾ ചില കാര്യങ്ങളെ പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ പ്രോഹിബിഷൻ അവിടെ കൽപ്പനയുടെ രൂപത്തിൽ, കമാൻഡിൻ്റെ രൂപത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും ദ വെരി അറ്റ്മോസ്ഫിയർ പ്രോഹിബിറ്റ് സംതിങ് അല്ലേ. നിങ്ങളുടെ ശരീരത്തിനൊരു കനം വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നും, മൂവ് ചെയ്യാൻ പറ്റാതായിട്ട് തോന്നും. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് പറഞ്ഞാൽ ഒരു വംശീയമായിട്ടുള്ള ഒരു വേർതിരിവുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പ്രത്യേക ശരീരം കടന്ന് വരുമ്പോൾ ആ ശരീരത്തിനൊരു കനം അനുഭവപ്പെടും. അതിന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലേ. നിൽക്കുന്ന ഇടത്തിൽ നിങ്ങളുടെ ശരീരത്തെ ചലനത്തെ ആയാസകരമാക്കുന്ന ആ അനുഭവമാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് അനായാസമാക്കുന്നുണ്ടാവും. ആയാസകരമോ അനായാസകരമോ ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ മൂവ്മെൻറ്റിന് മാറ്റുന്ന ആ അന്തരീക്ഷത്തെയാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ അഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആശയങ്ങളിലൂടെയല്ല പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ബോഡിയിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് വിലക്കുകൾ അവിടെ ഒന്നുമില്ല, നിങ്ങൾ ഇന്നത് ചെയ്യരുത്, നിങ്ങൾ അത് തുടരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്തരീക്ഷം തന്നെ നിങ്ങൾ അഫക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഞാനീ പറഞ്ഞത്? മറ്റൊരു ഉദാഹരണം വേണേൽ പറയാം. അപ്പോൾ ഒരു 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 ദേശീയ പതാക കാണുമ്പോൾ ഓക്കെ, നിങ്ങൾ അഭിമാനം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഒരു അവജ്ഞ ഉണ്ടാകുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭീതി ഉണ്ടാകുന്നുണ്ടാവും. ഒരു ദേശീയ ചിഹ്നം കാണുമ്പോൾ, ഒരു പതാക കാണുമ്പോൾ, ഈ പതാകയും ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വാചികമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. പക്ഷേ ഈ കാഴ്ച തന്നെ നിങ്ങൾ അഫക്റ്റഡ് ആണ്. ഓക്കെ, ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഈ അനുഭൂതികളുടെ ഒരു മണ്ഡലത്തിലേക്കാണ് കയറുന്നത് തന്നെ. ഓക്കെ, അവിടെ എന്തൊക്കെയോ മ്യൂസിക് ഉണ്ട്, മനോഹരമായ ദൃശ്യങ്ങളുണ്ട്, നല്ല സുഗന്ധമുണ്ട്. ഈ അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കിടക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല സത്യത്തിൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ കാഴ്ചയിൽ നിന്ന്, ശ്രദ്ധയിൽ നിന്ന് പിൻവാങ്ങുന്ന, മാഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നിങ്ങൾ ഓൾറെഡി അതിലേക്കാണ് പ്രവേശിക്കുന്നത്. നിങ്ങളുടെ ശരീരം അതിൽ അഫക്റ്റഡ് ആണ്. നിങ്ങളൊരു കാര്യം വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല, ഒരു വസ്തു വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ആസക്തിയുടെ ഒരു അനുഭൂതി മണ്ഡലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, നിങ്ങളെ ശരീരത്തെ എനേബിൾ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി. നിങ്ങൾ തീരുമാനിക്കാതെ ഒരു സാധനം വാങ്ങുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് അഫക്റ്റിൻ്റെ ഒരു മണ്ഡലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ശരീരത്തിലാണത് വന്ന് പതിക്കുന്നത്. ഇത് കലയെ നമ്മൾ ഇങ്ങനെ ഒരു മണ്ഡലമായിട്ട് എടുക്കുകയായിരിക്കും. അപ്പോൾ അവിടെ അത് എന്താണ്, ഒപ്റ്റിക്കല്ല, നിങ്ങൾ കണ്ട് അറിയുന്നൊരു സാധനമല്ല അത്. ഓക്കെ, നിങ്ങൾ തൊട്ടറിയുന്ന സാധനമാണ്, നിങ്ങൾ അനുഭവിക്കുക എന്നുള്ള വാക്കുകൾ തന്നെ അനുഭവമാണ്, ഭവത്തിൻ്റെ കൂടെയാണ്. ഓക്കെ, നിങ്ങൾ സ്പർശിക്കപ്പെടലാണ്. സാധാരണ ഈ ഇംഗ്ലീഷിൽ എക്സ്പീരിയൻസ് എന്നുള്ളതിനെയാണ് മലയാളത്തിൽ അനുഭവം എന്ന് പറയാറുള്ളതെങ്കിൽ പോലും എക്സ്പീരിയൻസിൽ ഒരു എക്സ് ഉണ്ടെന്ന് പറയും. എക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കലാണ്, എക്സ്. അനുഭവം അങ്ങനെയല്ല, അതിന് കൂടെ നിൽക്കലാണ്. ഓക്കെ, ആ വ്യത്യാസം വളരെ പ്രധാനമാണ് ആ രണ്ട് വാക്കിൽ. ഇവിടെ അനുഭവം എന്ന് പറയുന്നത് വേണമെങ്കിൽ തൊട്ടറിവിനെ സൂചിപ്പിക്കുന്ന സാധനമാണ്. നിങ്ങൾ അതിൻ്റെ കൂടെയാണ്, നിങ്ങൾ അനുഭവിക്കുകയാണ്, നിങ്ങൾ അഫക്റ്റഡാണ് അനുഭവത്തിൽ. ഇപ്പോൾ കലയെ നമ്മൾ ഇങ്ങനെ ഒരു മണ്ഡലമായിട്ട് എടുക്കുക. ഓക്കെ, കല പ്രവർത്തിക്കുന്നത് ശരീരങ്ങളിലാണ്, നിങ്ങളുടെ മനസ്സിലല്ല. ഓക്കെ, ആശയങ്ങളുടെ രൂപത്തിലല്ല. ഓക്കെ, വാചികമായ എന്തെങ്കിലും സന്ദേശങ്ങൾ തന്നിട്ടല്ല കല പ്രവർത്തിക്കുന്നത്. അത് നിങ്ങളുടെ ശരീരത്തിലെ അഫക്ട്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കാം. സൗന്ദര്യത്തെ ഇങ്ങനെ ഒരു മണ്ഡലമായിട്ട് കാണാൻ.
അപ്പോൾ ഇതിൽ ഒരു ന്യായമായിട്ടൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. ഇത് കല മാത്രമല്ല, എല്ലാം സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ എല്ലാവരിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കയറുമ്പോഴും ഈ അനുഭവം ഉണ്ടാകുന്നുണ്ട് നമുക്ക്. ഒരു കൊടിമരം കാണുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. കലയിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. പിന്നെ കലയിലുള്ള അഫക്ട്സിൻ്റെ എന്താ പ്രത്യേകത? ഇതിൽ നിന്ന് വ്യത്യസ്തമാവുന്ന എന്താണ് കലയിൽ നടക്കുന്നത്? ഒരു സിനിമ കാണുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ, ഒരു പെയിൻറ്റിങ് കാണുമ്പോൾ എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് അത്, എന്ത് തരത്തിലുള്ള അഫക്റ്റ് ആണ് അതുണ്ടാക്കുന്നത്? ആ അഫക്ട്സ് എങ്ങനെയാണ് മറ്റിൽ നിന്ന് വേർതിരിയുന്നത്? ഒരു ചിന്തകൻ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റാൻസിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് തത്വചിന്തകൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ ആണ് ആർട്ട് ചെയ്യുന്നതെന്നാണ്. ഇന്ദ്രിയങ്ങളുടെ പുനർവിതരണമാണ്. സെൻസിബിൾ അനുഭൂതികൾ എന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇന്ദ്രിയങ്ങളല്ല, അനുഭൂതികളുടെ പുനർവിതരണമാണ് ആർട്ട് ചെയ്യുന്നത് എന്നുള്ള. ജാക്ക് റാൻസിയർ എന്ന് പറയുന്നത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണേ. ഒരു 85 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. റാൻസിയറുടെ ദ പൊളിറ്റിക്സ് ഓഫ് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനമാണ്. ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ എന്ന് പറയുന്ന ആണ് അതിൻ്റെ ആ തലക്കെട്ടിൻ്റെ ഭാഗമാണത്. ഞാനത് എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ. ഓക്കെ, ഈ എംബോഡിയിങ് ദ എസ്തെറ്റിക് എന്ന് പറയുന്ന ആ മൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കല ചിലപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാ വസ്തുക്കളും ഇതേപോലെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അഫക്റ്റഡ് ആവുന്നുണ്ട്. എല്ലാ കാഴ്ചകളും നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്, തൊടുന്നുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ കാഴ്ചയിലും നിങ്ങളുടെ കാഴ്ചശീലങ്ങളിലും ശരീരത്തിലും ഒക്കെ ഒരുപാട് അഫക്ട്സ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അഫക്റ്റഡ് ആയിട്ടുള്ള ബോഡിയാണിത്, ഓൾറെഡി അഫക്റ്റഡ് ആണ്. ഓക്കെ, പല കാഴ്ചപ്പാടുകൾ ഇതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ. അപ്പോൾ എന്താണ് സൗന്ദര്യം, എന്താണ് വൈരൂപ്യം എന്ന ഒരു മുൻധാരണയിലൂടെ മാത്രമായിരിക്കും ഞാനൊരു സാധനത്തെ കാണുന്നുണ്ടാവുക. ഓക്കെ, നേക്കഡായിട്ടുള്ള ഐ കൊണ്ടായിരിക്കില്ല കാണുക, മാർക്സ് പറഞ്ഞ പോലെ അല്ലേ. ഓൾറെഡി ചരിത്രത്തിലെ മൂല്യങ്ങൾ അടിഞ്ഞു കൂടിയ ഒരു സെഡിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എനിക്കുള്ളത്. ഒരുപാട് മൂല്യങ്ങൾ ഇതിൽ സെഡിമെൻറ്റഡ് ആണ്, ഓൾറെഡി അടിഞ്ഞു കൂടിയിട്ടുണ്ട്, ഘനീഭവിച്ചിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ. എൻ്റെ കാഴ്ച കണ്ണെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും എല്ലാം കാണുന്നത്. അപ്പം എന്താണ് ശബ്ദം, എന്താണ് സംഗീതം എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ഓക്കെ, ഒരു സംഗീതവും ശബ്ദവും തമ്മിലുള്ള തിരിച്ചറിവ് ഓൾറെഡി ഉണ്ട്. ഞാൻ സംഗീതം കേൾക്കാൻ പോകുമ്പോൾ, ഒരു കച്ചേരി കേൾക്കാൻ പോകുമ്പോൾ ഒച്ച എന്താണെന്നും സംഗീതം എന്താണെന്നുള്ള വ്യത്യാസം, സംഗീതത്തെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും ഒച്ചയും സംഗീതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊരു മുൻധാരണയാണ് എൻ്റെ, അല്ലേ. അതുപോലെ ബഹളവും ഭാഷയും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. ഭാഷണം എന്ന് പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള ഒന്നായിട്ടും ബഹളം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ഒന്നായിട്ടും. ഓക്കെ, ഈ ഒരു മുൻധാരണ എനിക്ക് ഓൾറെഡി ഉണ്ട് ഞാൻ എന്ത് കേൾക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ചെവി ഓൾറെഡി പ്രജുഡൈസ്ഡ് ആണ്. ഒരുപാട് പിന്നെ അഫക്റ്റ് ഓൾറെഡി അതിൽ ചില മൂല്യങ്ങൾ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഈ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ. ആർട്ട് എന്താണ് ചെയ്യുന്നത്? ആർട്ട് ചെയ്യുന്നത് അതിനെ പുനർവിതരണം ചെയ്യുക എന്നതാണ്. അതാണ് റാൻസിയറുടെ ഒരു പോയിന്റ്. ഈ അനുഭൂതികളെ പുനർവിതരണം ചെയ്യുക എന്നതാണ്, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ സംഭവിക്കുന്നതായിട്ടൊരു കാര്യം, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ചില തീർപ്പുകളുണ്ടല്ലോ, ചില തീർപ്പുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ചില തീരുമാനങ്ങൾ. ഓക്കെ, നിങ്ങൾ പിന്നെ ഇന്ദ്രിയങ്ങളിൽ ഓൾറെഡി അടിഞ്ഞുകൂടിയിട്ടുള്ള പല തീരുമാനങ്ങളുടെയും കുറുകെയാണ് ആർട്ട് സഞ്ചരിക്കുക. ഓക്കെ, അതിനെ ഭേദിക്കുക ചെയ്യുന്നത്, അതിനെ പുനർവിതരണം ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കാണാത്ത ശബ്ദങ്ങൾ നിങ്ങൾ കാണുന്നു, കേൾക്കാത്ത ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. നിശബ്ദത എന്ന് നമ്മൾ വിളിക്കുന്നത് സത്യത്തിൽ എന്തിനെയാണ്? നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ശബ്ദത്തെ ആയിരിക്കും നിങ്ങൾ നിശബ്ദത എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ചെവിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്ത ശബ്ദത്തെയാണ് നമ്മൾ നിശബ്ദത എന്ന് വിളിക്കുന്നത്. നിങ്ങൾ രാത്രി നിശബ്ദമാണെന്ന് പറയുന്നത് പോലെ അസംബന്ധമൊന്നുമില്ല. രാത്രിയിൽ എത്രയോ ശബ്ദങ്ങളുണ്ട്, നിങ്ങൾ ചെവി അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾ ശബ്ദമായിട്ട് അംഗീകരിക്കുന്നില്ല. ഓക്കെ, ശബ്ദമായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം എന്താണ്
എന്നുള്ളതിനെ പറ്റിയുള്ള മുൻധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശബ്ദമായിട്ടൊരു കാര്യത്തെ അംഗീകരിക്കാൻ പറ്റും. ഓക്കെ, ഏതോ ഒരു വർണ്ണത്തെയാണ് നിങ്ങൾ അവർണം എന്ന് വിളിച്ചത്. ഓക്കെ, അത് നിങ്ങളുടെ വർണ്ണ അന്ധതയാണ്. നിങ്ങൾ വർണ്ണത്തെ പറ്റിയുള്ളൊരു അന്ധത നിങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡാണ് ഒരു വർണ്ണത്തെ അവർണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കല എന്താണ് ചെയ്യുന്നത്? കല ചെയ്യുന്നത് ഈ തീർപ്പുകൾക്ക് കുറുകെ സഞ്ചരിക്കുകയും അനുഭൂതികളെ പുനർവിതരണം ചെയ്യുകയും അത് ഷോക്കിംഗ് ആയിട്ടുള്ള പുതിയ കാഴ്ചകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പുതിയ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. ഓക്കെ, പുതിയ വാക്കുകൾ, പുതിയ ഒരു അപ്പം എന്താ സംഭവിക്കുക? ഒരു ബഹളം എന്ന് പറയുന്നത് ഒരു ഭാഷണമായിട്ട് മാറും, അല്ലേ? വെറും കുത്തിവരച്ചൊരു സാധനം ഒരു ഗ്രാഫിറ്റി ആയിട്ട് മാറും, അതൊരു ആർട്ടായിട്ട് മാറും. ഓക്കെ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നൊരു സംഗതി ഒരു ഇൻസ്റ്റലേഷനായിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് പണ്ട് ആലോചിക്കാൻ പറ്റാത്തൊരു കലാസങ്കല്പമാണ്, അല്ലേ? പണ്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് കലാബാഹ്യമായൊരു സാധനമാണ്. ഒരു സൈക്കിൾ കൊണ്ട് വെച്ചാൽ അതെങ്ങനെ ആർട്ടാവാകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കാഴ്ചശീലങ്ങളെ അനുഭൂതികളുടെ വിതരണം ചെയ്യപ്പെട്ട അനുഭൂതികളുടെ കുറുകെ സഞ്ചരിക്കുകയാണ് ആർട്ട്. അപ്പോൾ ആർട്ട് എപ്പോഴും ചെയ്യുന്നത് ഒരു വിധ്വംസകമായ ഒരു പ്രവർത്തനമാണ്, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആക്റ്റാണ് എന്നാണ് റാൻസിയറുടെ ഒരു പോയിന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എന്നെനിക്ക് തോന്നുന്നു. റാൻസിയർ അതിനെ വിളിക്കുന്നത് ഡിസെൻസസ് എന്നാണ്. വിസമ്മതി എന്നോ അല്ലെങ്കിൽ വിസമന്വയം എന്നോ വല്ലതും പറയാം. കൺസെൻസസ് അല്ല, ഡിസെൻസസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ചില ഒത്തുതീർപ്പുകളുണ്ട്, കൺസെൻസസ് ഉണ്ട്. ഇന്നതാണ് ശബ്ദം, ഇന്നതാണ് നിശബ്ദത, ഓക്കെ, ഇന്നതാണ് മൗനം, ഇന്നതാണ് ഭാഷണം, ഇന്നതാണ് ബഹളം. ഈ മുൻവിധികളുടെ, മുൻധാരണകളുടെ ഓക്കെ ഒരു ഒത്തുതീർപ്പിന് കുറുകെ സഞ്ചരിക്കുക. ഒരു വിസമന്വയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വിസമ്മതിയുടെ ഒരു വഴിയിലൂടെയാണ് കല എപ്പോഴും സഞ്ചരിക്കുക. അപ്പോൾ അതെന്താ സംഭവിക്കുക അവിടെ എന്ന് വെച്ചാൽ, കലയും കലയല്ലാത്തതും തമ്മിലുള്ള വേർതിരിവ് മായ്ച്ചുകൊണ്ടാണ് കല സഞ്ചരിക്കുക എപ്പോഴും. ഓക്കെ, അല്ലേ? ഇത് കലയാണ്, ഇത് കലയല്ല എന്നുള്ള ഒരു നിർവചനം തീർത്ത വേർതിരിവുകൾക്ക് കുറുകെ അത് സഞ്ചരിക്കുക. ഓക്കെ, എന്താണ് കല എന്നുള്ള നിർവചനത്തെ നിഷേധിച്ചുകൊണ്ടാണ് കല എപ്പോഴും മുന്നോട്ട് പോകുക. അതാണ് കലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് അതിനെ നിർവചിക്കാൻ പറ്റില്ല. ഇതാണ് കല എന്ന് പറയുന്നത്. ഇതാണ് കല എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റലേഷൻ കലയുടെ പുറത്തായിരുന്നു അന്ന്. ഓക്കെ, അപ്പോൾ കല എപ്പോഴും അതിനെ ഈ നിർവചനത്തിൻ്റെ ഈ പറഞ്ഞ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. നിർവചിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നിർവചിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ പ്രോപ്പറായിട്ട് എന്തുണ്ട് എന്നുള്ളതാണ് നിർവചനം, അല്ലേ? കല എന്നെ നിർവചിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കല എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ ഉചിതമായ ഉള്ളടക്കം എന്ത് എന്നാണ്, അല്ലേ? അതിൻ്റെ ഉചിതമായ ഉള്ളടക്കം, ഈ ഔചിത്യത്തിൻ്റെ പ്രശ്നമാണ് നിർവചനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കല പ്രവർത്തിക്കുക, അത് ലോജിക് ഓഫ് ദ ഇംപ്രോപ്പർ, അനൗചിത്യത്തിൻ്റെ ലോജിക്കാണ് കലയിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് റാൻസിയറുടെ ഒരു പോയിന്റ്. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഇങ്ങനെയാണ് ഞാൻ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇതാണ് കലയെങ്കിൽ, ഇങ്ങനെയാണ് കല പ്രവർത്തിക്കുന്നതെങ്കിൽ, സാഹിത്യം, ഞാൻ കല എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കൂടിയിട്ടാണ്, അത് അഫക്ട്സിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലല്ല, സന്ദേശങ്ങളിലൂടെയല്ല, അല്ലെങ്കിൽ ചില ആശയപ്രചരണമല്ല, ആശയങ്ങൾ പ്രസരണം ചെയ്യുകയോ പ്രക്ഷേപണം ചെയ്തുകൊണ്ടല്ല ആർട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ അപ്പോൾ ഈ നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ആർട്ട് ഇതാണെങ്കിൽ, ഓക്കെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിരൂപണത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചോദിച്ചു. കലാനിരൂപണം എന്ന് പറയുന്നത് എന്താ? കല ഇങ്ങനെ അഫക്ട്സിൻ്റെ മണ്ഡലത്തിലൂടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണെങ്കിൽ, ഒരു നിരൂപകനും അല്ലെങ്കിൽ നിരൂപകയ്ക്ക് ഒരു വിമർശകയ്ക്ക് എന്താണ് പിന്നെ ചെയ്യാനുള്ളത്? സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? ഒരു കലയുടെ ഉള്ളടക്കത്തെ പറ്റിയിട്ട് നിരൂപിക്കുക എന്നുള്ളതാണ്, അല്ലേ? അതിൻ്റെ ആശയങ്ങളെ പറ്റി പറയുക. ഒരു ചിത്രം എന്താണ് പറയുന്നത്, ഓക്കെ, ആ ചിത്രത്തിൻ്റെ ഉള്ളിലുള്ള സൂചനകൾ എന്തൊക്കെയാണ്, അതിനൊരു ടെക്സ്റ്റായിട്ട് കാണാമെന്ന് കൾച്ചർ സ്റ്റഡീസുകാർ പറയുന്ന, ഇപ്പം വളരെ ഫാഷനബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്, അല്ലേ? നമ്മൾ കൾച്ചർ സ്റ്റഡീസിൻ്റെ രീതിയിലാണ് എല്ലാം ടെക്സ്റ്റാണെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് ഗൂഢാർത്ഥം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലാണ് എല്ലാത്തിനെയും കാണുന്നത്. സിനിമ ഒരു ടെക്സ്റ്റാണ്, പെയിൻറ്റിങ് ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ
കുരുക്കഴിക്കാൻ പറ്റുന്ന, കുരുക്കഴിക്കലാണ് ഈ വിമർശക അല്ലെങ്കിൽ വിമർശകൻ്റെ പണി. ഓക്കെ, അതിൻ്റെ അർത്ഥം തേടി അതിൻ്റെ ഉള്ളിൽ കൂടെ വരും. ഒരുതരം ഒട്ടോപ്സി പോലെയാണ്. അതിൻ്റെ അർത്ഥം പിന്നെ അതിൽ നിന്ന് പരിശോധിച്ച് കണ്ടെടുക്കാനാണ് വിമർശകരും ഗവേഷകരൊക്കെ നടക്കുന്നത്, അല്ലേ? ഇപ്പോഴത്തെ മിക്കവാറും സാഹിത്യ കലാ ഗവേഷണങ്ങൾ മുഴുവൻ കൾച്ചർ സ്റ്റഡീസിൻ്റെ രീതിയാണ് ഒക്കെ ചെയ്യുന്നത് ഇതാണ്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അല്ല ഇതിൻ്റെ എന്താ പറയുക അബോധതല സൂചന എന്തായിരിക്കും, രാഷ്ട്രീയ വിവക്ഷ എന്തായിരിക്കും, ഒരു കഥാപാത്രത്തിൻ്റെ ജെൻഡർ വിവക്ഷകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ വിവക്ഷകൾ എന്തായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സത്യത്തിൽ ആർട്ടിനെ, വർക്ക് ഓഫ് ആർട്ടിനെ ഒരു ടെക്സ്റ്റായിട്ട് കാണാവുന്നതാണ്. അതിലെന്തോ മീനിങ് ഉണ്ട്, ഒരു സന്ദേശമുണ്ട്, ഗൂഢ സന്ദേശം അടങ്ങിയ ഒന്നാണ് ടെക്സ്റ്റ്. ഇതിൻ്റെ കാലം ചിലപ്പോൾ ഇനി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ കൾച്ചർ സ്റ്റഡീസിനെതിരല്ല, പക്ഷെ ഞാൻ പണ്ട് പോലെ തന്നെ സംശയത്തോടെ നോക്കുന്ന ഒരാളാണ്. കാരണം ആ പ്രോജക്റ്റിൽ തന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിനെ അത് മനസ്സിലാക്കുന്നില്ല, ആർട്ട് കാണുന്നില്ല, അത് ആർട്ടിന് വായിക്കുകയാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വായനയാണ്, അല്ലേ? നിങ്ങളതിൻ്റെ കഥയാണ് വായിക്കുന്നത്. ഈ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളൊരു അനുഭവം, ഒരു ഹാപ്റ്റിക് ആയിട്ടുള്ളൊരു ഇതിലേക്ക് നിരൂപണം എത്തുന്നില്ല. അപ്പം നിരൂപണം, ആ ഒരു നിരൂപണം ചിലപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കും. ഇപ്പോൾ കലാനിരൂപണം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയിലായിരിക്കും. അതിപ്പോൾ നടക്കുന്നത് ചിലപ്പം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള ആസ്വാദനക്കുറിപ്പുകളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ആയിട്ടാണ്, ചീത്തവിളിയും ഒക്കെ പ്രൊമോഷനും ഒക്കെ ആയിട്ടായിരിക്കും, വാക്കിൻ്റെ പ്രൊമോഷൻ, ഇതൊക്കെ ആയിരിക്കും അതിൽ നടക്കാൻ. അതാണ് അതിൻ്റെ ഒരു ദുരന്തം ഒരുപക്ഷെ ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ നിരൂപണം നിന്നിരുന്ന എപ്പോഴാണ്? ലിറ്റററി പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്ന കാണ്ടിയനായിട്ടുള്ളൊരു പൊസിഷനിൽ അത് നിന്നിരുന്നു. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം കാണ്ടിയനായിട്ടുള്ള പൊസിഷനിൽ ഒരു കലയെ നിങ്ങൾക്ക് വിലയിരുത്താൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സാഹിത്യകൃതി നല്ലതോ ചീത്തയോ എന്ന് എനിക്കും നിങ്ങൾക്കും തർക്കിക്കാൻ പൊതുവായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഓക്കെ, തർക്കം എവിടെ എത്തില്ലായിരിക്കും, പക്ഷെ തർക്കത്തെ അത് അല്ലേ, ട്രൂത്ത്, ഒരു കാണ്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രൂത്തിനെ ഒരു പ്രോമിസ് ആയിട്ട് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രോമിസ് ഓഫ് റീച്ചിങ് എ റാഷണൽ കൺസെൻസസ്, അല്ലേ? എവ്രി സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് ട്രൂത്ത് ആസ് എ പ്രോമിസ് ഓഫ് റീച്ചിങ് എ റാഷണൽ കൺസെൻസസ്. ഓക്കെ, അപ്പോൾ ഈ കവിത നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ ഈ കവിത നല്ലതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും ട്രൂ ആണെന്ന് എനിക്കും നിങ്ങൾ പറയുന്നത് ട്രൂ ആണെന്ന് നിങ്ങൾക്കും സ്ഥാപിക്കാൻ പറ്റും. ഓക്കെ, സ്ഥാപിക്കുക പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചോളുന്നില്ല, പക്ഷേ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഇന്ന അലങ്കാരങ്ങൾ ശരിയായിട്ടല്ല ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അത് നല്ല കവിതയല്ല എന്ന് ഞാൻ പറഞ്ഞു. നല്ല കവിതയല്ല, അത് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾക്കും പറയാൻ പറ്റും. കാരണം അതല്ല, അതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ഉപമ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അല്ല അലങ്കാരം ഇതാണ്, പ്രാസം ഇതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും തർക്കിക്കാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. മാത്രമല്ല എൻ്റെ പ്രസ്താവത്തിൽ ട്രൂത്ത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ? എ പ്രോമിസായിട്ട്, ഒരു വാഗ്ദാനമായിട്ട്, ഞാനും നിങ്ങളും തമ്മിൽ എവിടെയോ വെച്ചിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തും എന്നുള്ളൊരു പ്രോമിസായിട്ട് ട്രൂത്ത് അതിലടങ്ങിയിട്ടുണ്ട്. ഇതാണ് പൊതുമണ്ഡലത്തിൻ്റെ സ്വഭാവം, പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്. ഈ പബ്ലിക് സ്ഫിയർ ഇല്ലാതാവുക എന്നുള്ളൊരവസ്ഥ ഇപ്പം ഉണ്ട്. ഇപ്പോൾ പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് അർത്ഥവത്തായിട്ടുള്ളൊരു ആശയമായിരിക്കില്ല. യൂറോപ്പിലെ പണ്ട് രൂപപ്പെട്ടു വന്നു എന്ന് പറയപ്പെടുന്ന ഈ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ളൊരു ആശയമാണ് ഈ പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കാണ്ടിയൻ ആയിട്ടുള്ള ഈ യുക്തിയാണ്. ആ പബ്ലിക് സ്ഫിയർ ഇല്ലാതാവുമ്പോൾ പിന്നെ ആസ്വാദനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിരൂപണത്തിനും ചർച്ചയ്ക്കും സാഹിത്യ മാസികകളിൽ ഇല്ലാതാവുക എന്നുള്ളതാണ് ഒരു സാധ്യത. കാരണം ഈ ആനുകാലികങ്ങൾ ഉണ്ടാവുന്നതന്നെ എങ്ങനെയാണ്? സാഹിത്യം ഇങ്ങനെ ചർച്ച ചെയ്യാൻ ആളുകൾ. ഇപ്പം എന്ന് വെച്ചാൽ ചർച്ചകളില്ല, സാഹിത്യം പ്രസിദ്ധീകരിക്കും, വേണമെങ്കിൽ എൻ്റെ കവിത പ്രസിദ്ധീകരിക്കും, നിങ്ങളുടെ പ്രസിദ്ധീകരിക്കും, നിരൂപണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല ഇനി. കാരണം നിരൂപണം ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ. നിരൂപണത്തിൻ്റെ ആ സ്പേസ് നിൽക്കുന്നത് ഈ പറഞ്ഞ പബ്ലിക് സ്ഫിയർ നിലനിൽക്കുമ്പോഴാണ്, ലിറ്റററി പബ്ലിക് സ്ഫിയർ നിലനിൽക്കുമ്പോഴാണ്. ഇപ്പോൾ സിനിമാ മാസികകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിലല്ല, നമ്മൾ സിനിമയെ പറ്റി ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന മാസികകളും ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പബ്ലിക് സ്ഫിയർ ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ആ പബ്ലിക് സ്ഫിയർ മെല്ലെ മെല്ലെ ഫെയ്ഡ് ആവുമ്പോൾ, ഇല്ലാതാവുമ്പോൾ, മങ്ങിപ്പോകുമ്പോൾ നിരൂപണങ്ങൾക്ക് രണ്ട് സാധ്യതകളേ ഉള്ളൂ എന്ന് ഞാൻ പറയാം. ഒന്നുകിൽ അത് ഈ ആസ്വാദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രഖ്യാപനങ്ങളായിട്ട് മാറും. പരസ്പരം വഴക്ക് കൂടുകയും എൻ്റെ ആളെ ഞാൻ പ്രൊമോട്ട് ചെയ്യും, നിങ്ങളുടെ ആളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇത് മാത്രമായിട്ട് ലിറ്റററി പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും. അതതിൻ്റെ ഒരു വൾഗർ ഫോം ആയിരിക്കും ഒരു പക്ഷേ.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈ പറഞ്ഞ എന്താ പറയുക ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ അങ്ങനെ നടക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു പൊതു സ്വഭാവം. എനിക്ക് തോന്നുന്നത് ഈ പബ്ലിക് സ്ഫിയറിൽ നിന്ന് വന്നിട്ടൊരു മാറ്റമാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ വിമർശനം എന്ന് പറയുന്നത്, നിരൂപണം എന്ന് പറയുന്നത് അത് തന്നെ ഹാപ്റ്റിക്കായിട്ട് മാറുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹാപ്റ്റിക്കായിട്ട് മാറുക നിരൂപണം. അതായത് ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ എന്താണോ ചെയ്യുന്നത് അതേ സൂക്ഷ്മതയോടെ നിരൂപണം ചെയ്യാൻ കഴിയുക. നിങ്ങൾ ഈ അഫക്ട്സിനെ വിശകലനം ചെയ്യുക, സന്ദേശത്തെ അല്ല. ഓക്കെ, ക്ലിയർ ആണോ? മറ്റൊന്ന് അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ട്. ഇപ്പോൾ രവിവർമ്മയുടെ പെയിൻറ്റിങ് നിങ്ങൾ നോക്കിയിട്ട് ഒരു നായർ അതിൻ്റെ തകർച്ച നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുക എന്നുള്ളത് വേറൊരു കാഴ്ചയാണ്. പക്ഷെ നിങ്ങൾ ആ പെയിൻറ്റിങ്ങിനല്ല അവിടെ നോക്കിയിട്ടുള്ളത്. ആ പെയിൻറ്റിങ്ങിൻ്റെ ഹാപ്റ്റിക്കായിട്ടുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ട് അതിനെ ടച്ച് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് ആർട്ടിസ്റ്റിനെ പറ്റും. അപ്പോൾ ഒരു നിരൂപക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റായിട്ട് മാറാതെ നിർത്തില്ല. ഓക്കെ, ആർട്ടിസ്റ്റിൻ്റെ അതേ സൂക്ഷ്മതയോട് മാത്രമായിരിക്കും അർത്ഥവത്തായ ഒരു നിരൂപണ സങ്കേതം, കലാനിരൂപണം, കലാവിമർശനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി നിലനിൽക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കല എന്ത് പറയുന്നു എന്നല്ല, കല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശകലനം ചെയ്യലായിരിക്കും ചിലപ്പോൾ അർത്ഥവത്തായ നിരൂപണത്തിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. അതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചില ആശയങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പലരും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം സാധാരണ നിലയ്ക്ക് സിനിമ നിരൂപണങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് ഇത് ബിജു വേണമെങ്കിൽ കട്ട് ചെയ്തോ. ഞാൻ ഈ സിനിമാ പഠനങ്ങൾ പലപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് സിനിമാ പഠനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിലെ കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റിയും പൊളിറ്റിക്കലായിട്ടുള്ള സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുകയാണ്. ആ കഥയിലുള്ള സ്ത്രീവിരുദ്ധത ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ വേറൊരു ലെവലിൽ പ്രധാനമാണ്. പക്ഷെ അവർക്ക് അറിയാത്തൊരു സാധനം സിനിമ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഒരു ക്യാമറ എങ്ങനെ ഉപയോഗിക്കുക, ലെൻസ് എന്താണ്, ഓക്കെ, അതിൻ്റെ ടെക്നിക്ക് എന്താണ്, ഒരു ക്ലോസപ്പ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ എഡിറ്റിംഗ്, അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അവർക്ക് അറിയണമെന്നില്ല സിനിമ പക്ഷേ അവർ സിനിമയിലാണ് ഗവേഷണം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അത് സാധ്യമാണ്. അത് കൾച്ചർ സ്റ്റഡീസിൻ്റെ രീതിയിൽ അത് സാധ്യമാണ്. നിങ്ങൾക്ക് സിനിമ അറിയണമെന്നില്ല നിങ്ങൾ സിനിമ പറ്റിയിട്ട് ഗവേഷണം ചെയ്യുക. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള സിനിമയല്ല, സിനിമ എന്ത് പറയുന്നു എന്നാണ് നിങ്ങൾ പഠിച്ച്. പക്ഷെ സിനിമ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ സിനിമ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതായത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ആ സിനിമ എടുക്കുന്നതിൻ്റെ എല്ലാ സാങ്കേതികതയും അതിൻ്റെ സൂക്ഷ്മതയും അറിഞ്ഞുകൊണ്ട് സിനിമ നിരൂപണം ചെയ്യുമ്പോൾ മാത്രമേ അത് ചിലപ്പോൾ ഇനി സർവൈവ് ചെയ്യൂ. അപ്പോൾ എനിക്ക് പലപ്പോഴും സിനിമ പഠനങ്ങൾ കണ്ടിട്ട് ഈ കൾച്ചർ സ്റ്റഡീസ് നിരോധിക്കണമെന്ന് ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഭാഗ്യത്തിന് ബിജു ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട്. കാരണം കൾച്ചർ സ്റ്റഡീസിന് അത്രയധികം സ്വാധീനമാണ്. അപ്പം എല്ലാ ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കൾച്ചർ സ്റ്റഡീസിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തും കൾച്ചർ സ്റ്റഡീസ് വെച്ചവർ ചെയ്യും. അതായത് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൽ മിസ് ചെയ്യുന്നത് എന്ത് ടെക്സ്റ്റാണ് എന്നുള്ള രീതിയിൽ കലയെ കാണുക എന്നുള്ള സമീപനത്തിൽ മാറി ഉള്ള ഒരു ഇതിലായിരിക്കും. ഇപ്പം ഇൻ്റർപ്രിട്ടേഷനിൽ നിന്ന് ഇൻറ്റൻസിറ്റിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഒരു പ്രൊപ്പോസൽ എൻ്റെ. അതായത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വാട്ട് ഡസ് ഇറ്റ് സേ എന്നുള്ളതാണ്. അതെന്ത് പറയുന്നു എന്നുള്ളതാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ത് പറയുന്നു അതിനെയാണ് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളതല്ല. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിലേക്കുള്ള മാറ്റം ഇൻ്റർപ്രിട്ടേഷനിൽ നിന്ന്. ഇപ്പോൾ സൂസൻ സൊണ്ടാങ്ങോ മറ്റൊരു ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ഹർമന്യോട്ടിക്സിന് പകരം വാട്ട് വി നീഡ് ഇസ് ഇറോട്ടിക്സ് എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. ഇറോട്ടിക്സ് ആണ് ഇതിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ചിലപ്പോൾ ഒരു കലാ നിരൂപണത്തിൻ്റെ ഒരു സാധ്യത, അർത്ഥവത്തായ ഒരു സാധ്യത എന്ന് പറയുന്നത്.